യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതി വാഞ്ചിതഫലം, സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. ഇനി എല്ലാവരും കൂടി 3 തവണ ഒരു വലിയ സംയുക്ത തപസ്, ഒരു വലിയ കൂട്ടായ തപസ് എന്നുള്ള നിലയ്ക്ക് അവരവർക്കും കുടുംബങ്ങൾക്കും സമാജത്തിനും ഭൂമിക്കൊട്ടാകെയും അന്തരീക്ഷത്തിനും എല്ലാം തന്നെ നന്മയരുളാനായി ഒരു തപസ്സനുഷ്ഠിക്കുക. 3 തവണ ഓംകാരം ജപിക്കുക. എല്ലാവരും വായുള്ളവരുടെ ഒക്കെ നാവുകൊണ്ട് ഈ ശബ്ദം പുറപ്പെടണം. ഇതാ ജപിക്കട്ടെ. ഓ ഈ മൈക്ക് കൂടി വരുന്ന ശബ്ദത്തിനേക്കാൾ മേലെ നിൽക്കണം നിങ്ങളുടെ ശബ്ദം. ഇതാ ഓ പോരാ. ഓ ഹരി ഓം തത്സത്. നന്നായി. നോക്കൂ, അതിമഹത്വം മോക്ഷപ്രദവുമായിരിക്കുന്ന ശ്രീമദ് ഭാഗവത മഹാഗ്രന്ഥമുണ്ടല്ലോ, പാരമഹംസ്യ സംഹിതയായിരിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അതിമഹത് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൽ എല്ലാം തന്നെ നിലനിൽക്കുന്നത് 11ാമത്തെ സ്കന്ധത്തിന് വേണ്ടിയിട്ടാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗരെ എന്ന് എല്ലാവരും ഭക്തന്മാർ ചൊല്ലാറുണ്ട്. ശ്രീകൃഷ്ണൻ ഇവിടെ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ളത് ഈ ശ്രീമദ് ഭാഗവതം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വേറെ ഒന്നും ഇവിടെ മിച്ചമില്ല, അവശിഷ്ടമായിട്ടില്ല.
അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളുള്ളതിൽ 11ാമത്തെ സ്കന്ധമാണ് മുക്തിസ്കന്ധം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ തന്നെ ഉദ്ധവൻ്റെ മനസ്സിനെ മുക്തമാക്കി തീർത്ത് സച്ചിദാനന്ദത്തിൽ ആറാടിക്കുകയാണ് ചെയ്യുന്നത്. ആ മുക്തിസ്കന്ധം കുറേശ്ശെയായിട്ട് പറഞ്ഞ് ഗ്രഹിക്കാനും ഗ്രഹിപ്പിക്കാനുമാണ് നാം പരിശ്രമിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ആ പവിത്രത ഒരു ഭാഗത്ത്, ഗൗരവം ഒരു ഭാഗത്ത്, പിന്നെ ഒരു ഭാഗത്തോ അത് കേൾക്കാൻ 10 വാക്കെങ്കിലും ആ മുക്തിസ്കന്ധത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചാൽ എത്രത്തോളം അനുഗ്രഹകരമാണ് നമുക്കത്. എത്ര കണ്ട് പവിത്രത, മാംഗല്യം, മംഗളം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ഉൾവ്യക്തിത്വത്തിലേക്കും ഉണ്ടാക്കും എന്നെല്ലാം നല്ലപോലെ ഭാവന ചെയ്തു വേണം ഇത് കേൾക്കാൻ. അങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങൾ? ആ പറയുന്നത് കേൾക്കണം, കേൾപ്പിക്കുകയാണ് സ്വാമിജിയുടെ കൃത്യം. കേൾക്കുന്നത് നിങ്ങളുടെ കൃത്യമാണ്. അങ്ങനെ കേൾപ്പിക്കണമെങ്കിൽ കേൾക്കുന്നവർ വേണം. ആചാര്യപൂർവരൂപം അന്തേവാസ്യുത്തരരൂപം വാക്സന്ധി പ്രവചനഗും സന്ധാനം. കേൾക്കാൻ ആളുള്ളപ്പോഴേ പ്രവക്താവിന് തത്വപ്രവചനം നടത്താനാകൂ. അവർ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു സംയോഗം, ഒരു സംയുക്തതയാണ് വാസ്തവത്തിൽ ഈ മാതിരിയുള്ള വിജ്ഞാന സദസ്സ്, ജ്ഞാന മഹോത്സവം. അപ്പോൾ പറയുന്ന സംഗതി ഒരു കാര്യം മാത്രം ഓർമ്മ വയ്ക്കണം നിങ്ങൾ. എന്ത്? ഓരോരുത്തരെയും അവരവരുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ ബുദ്ധിയെയും മനുഷ്യൻ്റെ തന്നെ അഹങ്കാരത്തെയും അവയ്ക്കെല്ലാം അടിത്തട്ടിൽ അധിഷ്ഠാനമായി പരിലസിക്കുന്ന അന്തരാത്മീയ തലം, അന്തരാത്മാവിനെയും പറ്റി മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വാക്കുകളൊന്നും അന്യനെ സംബന്ധിക്കുന്നതല്ല, മറ്റൊന്നിനെ സംബന്ധിക്കുന്നതല്ല, അവനവനെ തന്നെ സംബന്ധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ഇത് പറയുന്നതിൽ ഒരു നിലയ്ക്ക് എനിക്ക് കുറച്ചൊരു സങ്കോചമുണ്ട്, ഒരു മടിയുണ്ട്. ഞാൻ എപ്പോഴും ചെറിയ കുട്ടിയെ പോലെയാണ്. നമ്മൾ എന്തെങ്കിലും പറയാൻ പുറപ്പെടുമ്പോൾ അത് കേൾക്കാനും രസിക്കാനും ഉള്ളവരുണ്ടാവണം. അപ്പോൾ കേൾക്കലും രസിക്കലും കുറഞ്ഞു പോവോ എന്നുള്ളൊരു പരിഭ്രമം എനിക്കുണ്ട്. അങ്ങനെ പരിഭ്രമം വരുമ്പോഴോ വിഷമ. എന്നാലോ എനിക്കിത് പറയണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധം നിങ്ങളുടെ നിർബന്ധവും കൂടി ആയിത്തീരണം. അപ്പം ശരിയായി എല്ലാം. ശ്രീ ഭഗവാനുവാച. ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താ? ഭക്തന്മാരിൽ വെച്ച് അഗ്രേസരനായിരിക്കുന്ന ഉദ്ധവൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും കനത്ത അടുപ്പവും എല്ലാം ഉള്ളതായ ഉദ്ധവൻ കൃഷ്ണപരമാത്മാവ് സൂചിപ്പിച്ചു കൊടുത്ത ആ ത്യാഗം അതേപടിക്ക് സ്വീകരിച്ച് എല്ലാറ്റിനെയും വിട്ട് കൃഷ്ണനെ മനസ്സിൽ നിർത്തി പുറത്തെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടുകൊണ്ട് ബദരികാശ്രമത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് സാധിക്കുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ, എനിക്കത് സാധിപ്പിച്ചു തരണമല്ലോ. അങ്ങേപോലെ ഉപദേഷ്ടാവ് ആരുമില്ല. അപ്പം മനസ്സിന് സാധിക്കാത്ത കാര്യം സാധിപ്പിക്കുന്നതിനാണ് തത്വോപദേശം. കേട്ടുവോ നിങ്ങൾ? എന്തൊന്നും നമുക്ക് സാധിക്കില്ല എന്ന് തോന്നുന്നുവോ അതിനെ സാധ്യമാക്കി തീർക്കുന്നതാണ് ശരിയായിട്ടുള്ള തത്വോപദേശം. അതൊരു ഉപദേഷ്ടാവിനും ഉപദേശത്തിനും മാത്രമേ നിർവഹിക്കാൻ പറ്റുള്ളൂ. ഹനുമാനെ കണ്ട് എല്ലാവരും ലങ്കയ്ക്ക് ചാടാൻ പറ്റില്ല 10 യോജന 20 യോജന 30 യോജന പരമാവധി ലങ്കയിലേക്ക് എത്താം, മടങ്ങി വരാൻ ശക്തി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വിരമിച്ചിരിക്കുന്ന സമയത്താണ് ജാമ്പവാൻ അതായിരിക്കണു എന്ന് പറഞ്ഞ് ഹനുമാനോട്, ഹനുമാനെ നീ വായുപുത്രനാണ് എന്ന് പറഞ്ഞു. എന്ത്? ഹനുമാൻ മാത്രമേ വായുപുത്രനുള്ളൂ? നിങ്ങളൊക്കെ വായു സന്താനമല്ലേ? എന്താ മിണ്ടാത്തെ? വായു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? അമ്മ പെറ്റിട്ട് കൊടുക്കണത് എവിടെയാ? വായുവിനാ കൊടുക്കണത്, ഭൂമിക്കാ കൊടുക്കണത്. നമ്മൾ ഭൂമിപുത്രന്മാരാണ്, വായുപുത്രന്മാരാണ്, ജലപുത്രന്മാരാണ്, അഗ്നിപുത്രന്മാരാണ്. അഗ്നി നമ്മുടെ ശരീരത്തിലില്ലേ? ആകാശമില്ലേ? ആ സമയത്ത് ആവശ്യം വായുവിൻ്റെ പുത്രൻ എന്ന് പറയുന്നതിന് വായുഭേദനമാണ്. വായുപുത്രനാണ് എന്ന് പറഞ്ഞതോടുകൂടി ഹനുമാൻ്റെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. വായു എൻ്റെ പിതാവോ? ഞാൻ വായുവിൻ്റെ പുത്രനോ? വായുകോശം എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരു സങ്കോചവും ഒരു മടിയും ഒരു ലജ്ജയും ഒരു കൂസലുമില്ലാതെ ഞാൻ കോണിപ്പടി ചവിട്ടി കയറുന്നത് പോലെ കയറിക്കളയാം എന്ന് പറഞ്ഞ് ലങ്കയ്ക്ക് ചാടാം എന്നുറപ്പിച്ചു. ഇതൊക്കെ സെക്കൻഡോ മിനിറ്റുകൾ കൊണ്ട് കഴിയും.
ഞാൻ ഇവിടെ നിന്ന് ചാടിയാൽ എൻ്റെ ചാട്ടത്തിൽ ഈ ചതുപ്പ് നിലം കുഴിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ മഹേന്ദ്രാചലത്തിലേക്ക് കയറട്ടെ. കയറിക്കഴിഞ്ഞ് അവിടെ തെക്കും വടക്കുമായി രണ്ടറ്റത്തിലേക്ക് നടന്നപ്പോൾ മഹേന്ദ്രാചലം ഇങ്ങനെയായി അത്രേ. അവിടെ നിന്ന് വായു അങ്ങോട്ട് വാലുകൊണ്ട് ചുഴറ്റി 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 ഒറ്റ ചാട്ടം. ചാടിച്ചെന്ന് വീണതോ അവിടെയാ, ലങ്കയിലാ ചെന്ന് വീണത്. എങ്ങനെ ഇത് സാധിച്ചു? ജാമ്പവാന്റെ ഉപദേശം. അതേമാതിരി നിങ്ങളുടെ വിചാരം ഒന്നിനും കൊള്ളാത്ത ഒരു കരിക്കട്ട മനസ്സാണ് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെന്നാ. വെളുത്തവരും പറയും കരിക്കട്ട മനസ്സ്. അങ്ങനെയുള്ള ഒരു കരിക്കട്ട മനസ്സല്ല നിങ്ങൾക്കുള്ളത്. ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നത് ഭഗവാന്റെ തന്നെ അംശമായിരിക്കുന്ന ജീവചേതനയാണ്. ആ ചേതനയിൽ കരിയില്ല, കട്ടയുമില്ല. അത് ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്. ആ ചേതനയെ കുറച്ചൊന്ന് മനസ്സിലാക്കൂ, ഗ്രഹിക്കൂ, മനനം ചെയ്യൂ, അതിനെ അയവിട്ടിറക്കൂ. അങ്ങനെ വരുമ്പോൾ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും കെട്ടുപൂട്ടുകളും പോകും. ട്വൈൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള നൂല്, ത്രെഡ്. അത് വളരെ മിനുസമുള്ളതാണ്. വിരൽത്തുമ്പ് കൊണ്ടൊന്നിങ്ങനെ തുറഞ്ഞു നോക്കൂ, അത് വളരെ മിനുസമായിട്ട് പോവും. ഞാനതിൻ്റെ തുമ്പെടുത്ത് ഒരു വട്ടത്തിലാക്കി ഇങ്ങനെ കോർത്താൽ ഒരു കെട്ട് വീഴും. അങ്ങനെ അനവധി കെട്ട് ആ നൂലിലിട്ട് കഴിഞ്ഞ് നിങ്ങളൊന്ന് തലോടി നോക്കുമ്പോൾ എന്തായിരിക്കും? സർവത്ര കെട്ട. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ആ കെട്ട് മുഴുവൻ പേർത്തെടുത്താൽ അത് മിനുസമുള്ള ട്വൈനായി തീരും. അഹങ്കാരമെന്നോ ആശയെന്നോ ആവശ്യമെന്നോ ഒരു തരത്തിലുള്ള ഇടുക്കവും കട്ടയും ഒന്നും അവിടെ ഇല്ല. പരമശുദ്ധമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ചേതനയാണത്. ആ ചേതനയെ അതേപടി ഉണരാൻ സാധിച്ചാൽ നമുക്കൊന്നും ബാക്കി നിൽക്കില്ല. അപ്പോൾ ഉദ്ധവൻ ഉപദേശം ചോദിച്ച് ആ ഉപദേശത്തിന് മറുപടി പറയുകയാണ്. കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനനെ ഉപദേശിച്ചു. ആര്? കൃഷ്ണൻ. 2-2.5 മണിക്കൂർ നേരം ഉപദേശിച്ചു. അവിടെ 18 അധ്യായമാണ്, ഇവിടെ 24 അധ്യായമാണ്. സമാധാനാന്തരീക്ഷത്തിൽ ഇരുന്നാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഗൗരവമുള്ളതും കൂടുതൽ സത്താത്മകവുമായിരിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള ഈ പറച്ചില് അവിടെ നീ പോകരുത്, യുദ്ധം ഉപേക്ഷിക്കരുത്, നിൽക്കുന്ന നിലയിൽ തന്നെ നിന്ന് നന്നായി പടപൊരുതു എന്നിങ്ങനെയാണ് ഉപദേശിച്ചത്. ഇവിടെ പറയുന്നതോ എല്ലാം വിട്ടു ഉദ്ധവ ബദരികാശ്രമത്തിലേക്ക് പോകൂന്ന. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ പോകാനുള്ള ഒരു ശക്തി ഉദ്ധവൻ്റെ മനസ്സിന് വേണം. ശക്തിയല്ല, പോകുന്നത് സുഗമമാകണം, അത് ഉത്സാഹമാവണം, അത് തീവ്രമാകണം, അത് ആനന്ദകരമാകണം. നല്ല തടാകത്തിൽ നീന്താനറിയുന്നവർ നീങ്ങി അങ്ങനെ പൊന്തിക്കിടന്ന് മറുകരയിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു പോക്കാവണം. അത് ആ തരത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീ ഭഗവാനുവാച സത്വം രജസ്തമൈതി ഗുണ ബുദ്ധേർനജാത്മനഃ സത്വേനാന്യതമൗഹന്യാത് സത്വം സത്വേന ചൈവഹി സത്വാദ്ധർമ്മോ ഭവേദ് വൃദ്ധാത് പുംസോ മദ്ഭക്തിലക്ഷണഃ സാത്വികോപാസയാ സത്വം തതോ ധർമ്മഃ പ്രവർത്തതേ. ഇത് 13-ാമത്തെ അധ്യായമാണ് ഏകാദശത്തിൽ. കൃഷ്ണൻ പറഞ്ഞു അത്രേ, സത്വം രജസ്തമയിതി ഗുണ ബുദ്ധേർന ചാത്മനഃ. ഈ ലോകം മുഴുവനും സത്വരജസ്തമോ ഗുണങ്ങളുടെ പ്രകടനവും സമാഹാരവുമാണ്. സത്വം രജസ് തമസ് എന്ന് പറയുന്നത് 3 പ്രകൃതി ഘടകങ്ങളാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ദേ ആർ 3 സ്പിരിച്വൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് ദി അഗ്രിഗേറ്റ് കോൾഡ് പ്രകൃതി. പ്രകൃതി എന്ന് പറയുന്ന സംഘാതമുണ്ടല്ലോ, ആകത്തുകയുണ്ടല്ലോ, അതിലുള്ള 3 ഘടകങ്ങളാണ് സത്വം രജസ് തമസ് എന്ന് പറയുന്നത്. ഇത് 3ഉം സമതുലിതമായി ഇരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള വ്യക്തതയും സൃഷ്ടിയും ഇവിടെ ഉണ്ടാവില്ല. അതിന് എന്തോ ഒരു തരത്തിലുള്ള ചലനം സംഭവിക്കുന്നു. ഇവർ ബിഗ് ബാങ് എന്ന് പറയുന്നത് പോലെ ആ ചലനത്തിൽ നിന്നാണ് ഒന്ന് മറ്റൊന്നിൽ പ്രതികരിക്കുന്നു. ആ പ്രതിഫലനം വേറെ ഒരു പ്രതികരണമായി മാറുന്നു. അങ്ങനെ പ്രതിഫലനവും പ്രതിപ്രതിഫലനവും പ്രതികരണവും പ്രതിപ്രതികരണവും എല്ലാമായി സൃഷ്ടി അങ്ങനെ തുടങ്ങി. അപ്പം സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഉണ്ടല്ലോ, ഇത് വാസ്തവത്തിൽ ഗുണ ബുദ്ധേർന ചാത്മനഃ. കേട്ടുവോ? ഇത് ബുദ്ധിയിലാണ് ഉള്ളത്. ബുദ്ധിയാണല്ലോ ആലോചിച്ച് സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ സൃഷ്ടി ഉണ്ടായത് എങ്ങനെയാ? സത്വരജസ്തമോ ഗുണങ്ങളിൽ സമതുലിതാവസ്ഥ തെറ്റിയപ്പോൾ ഒന്ന് മറ്റൊന്നിൽ പ്രതികരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ വർദ്ധിച്ചു വന്നതാണെന്ന് പറയുന്നു. ഇത് പറയുന്നത് ആരാ? നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിയിലാണ് പ്രകൃതി. ഈ പ്രകൃതി ഉണ്ടെന്നും ദർശിക്കുന്നത് ആരാ? നമ്മുടെ ബുദ്ധി. ഈ ലോകത്തിനെ ദർശിക്കുന്നത് ആരാ? ലോകമോ അതോ നമ്മളോ?
ഈ ലോകത്തിനെ ലോകം നോക്കി കാണുന്നുണ്ടോ? ഭൂമിയെ എപ്പോഴെങ്കിലും ഭൂമി നോക്കിക്കണ്ട് നമുക്കൊരു ചിത്രമോ ഒരു വിവരണമോ നൽകിയിട്ടുണ്ടോ? സൂര്യവിവരണം മനുഷ്യൻ നൽകുന്നതോ അതോ സൂര്യൻ നൽകുന്നതോ? ഈശ്വരനെ പറ്റിയുള്ള വിവരണം മനുഷ്യൻ നൽകുന്നതോ അതോ ഈശ്വരൻ നൽകുന്നതോ? അപ്പം എല്ലാം നമ്മളാണ് ഇവിടെ ചെയ്യുന്നത്, നാം തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബുദ്ധിയാണ് സത്വം രജസ് തമസ് എന്ന് 3 ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത്. അത് മുഴുവനും ബുദ്ധിക്കുള്ളതാണ്. എന്നാൽ ഈ ബുദ്ധിക്കും അപ്പുറത്ത് കിടക്കുന്ന ആത്മതലമുണ്ടല്ലോ, ആ ആത്മതലത്തിൽ ഇങ്ങനെ 1, 2, 3 എന്ന് പറയാവുന്ന ഒന്നുമില്ല. അവിടെ ഖരവസ്തുവില്ല, ദ്രവവസ്തുവില്ല, ബാഷ്പവസ്തുവില്ല, ഊർജങ്ങളില്ല. കേൾക്കണുണ്ടോ? ശരീരത്തിലാണ് ഇലക്ട്രിസിറ്റി ഷോക്ക്, ശരീരത്തിനാണ് വരിക, മനസ്സിന് വരില്ല. മനസ്സെന്ന് പറയുന്നത് ചേതനാത്മകമാണ്. ഇറ്റ് ഈസ് കോൺഷ്യസ്നെസ്, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് സെൻഷ്യൻസ്, ദ പവർ ഓഫ് കോഗ്നിഷൻ. അതാണ് ഈ മനസ്സ്. അതിൽ ഈ ഭൗതികമായിരിക്കുന്ന ഒരു ശക്തിയോ എന്തെങ്കിലും സ്വാധീനമോ അവിടെ ഏശില്ല. അപ്പോൾ ബുദ്ധിയിലാണ് ഈ 3 ഗുണങ്ങൾ. സത്വേന അന്യതമോഹന്യാത് സത്വം സത്വേന ചൈവഹി. അതിൽ ഈ സത്വഗുണം വർദ്ധിപ്പിച്ച് രജസിൻ്റെയും തമസിൻ്റെയും സ്വാധീനങ്ങളെ ഇല്ലാതെയാക്കുക, കുറച്ച് കൊണ്ടുവന്ന് ഇല്ലാതെയാക്കുക. ഇനി അവസാനം സത്വഗുണം മാത്രമായി ബാക്കി വന്നാലോ ആ സത്വത്തിനെ സത്വഗുണം കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതെയാക്കാം. കേട്ടുവോ പറഞ്ഞത്? എന്താ ഈ സത്വഗുണത്തെ സത്വഗുണം കൊണ്ട് തന്നെ ഇല്ലാതെയാക്കാം? സത്വഗുണത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താ? ജ്ഞാനം, സുഖം, പ്രകാശം. അപ്പോൾ ഈ സത്വഗുണം എന്ന് പറയുന്നതാണ് ജ്ഞാനം. ഈ സത്രസദസ്സ് ഇവിടെ പ്രവക്താക്കൾ സംസാരിച്ച് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വാസ്തവം എന്താണ് ഉണ്ടാവുന്നതും എന്താണ് സ്വീകരിക്കുന്നതും നിങ്ങളൊക്കെ സ്വീകരിച്ചെടുക്കുന്നതും സ്വാംശീകരിക്കുന്നതും ജ്ഞാനം. അത് സത്വഗുണത്തിൻ്റെ പ്രഭാവമോ പ്രകടനമോ ആണ്. ഞാൻ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. ആ സംസാരം എന്ന് പറയുന്നത് ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദവിനിമയം അത് വാസ്തവത്തിൽ രജോ ഗുണത്തിൻ്റേതാണ്. പക്ഷേ ആ ശബ്ദങ്ങളിലൂടെ പ്രകടമാകുന്നതോ നിർഗളിക്കുന്നതോ ആയ ജ്ഞാനശകലങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനകണങ്ങളുണ്ടല്ലോ, അത് സത്വഗുണമാണ്. ആ സത്വഗുണത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ ശബ്ദം രണ്ടാമതും അതിലൂടെ പ്രകടമാകുന്ന ജ്ഞാനം ഒന്നാമതുമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനം കേട്ട് നിങ്ങളത് പോയിന്റ് വിട്ടുകളയേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഈ ജ്ഞാനം കേട്ട് ആ കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും അതാണ് ഇതിൻ്റെ വർധന. അങ്ങനെ വർദ്ധിച്ചു വന്നാൽ സത്വഗുണത്തിൻ്റെ കെട്ടുപൂട്ടുകളും പോയി ഈ ശ്രോതാക്കളെല്ലാം മുക്തന്മാരാകും. ഏതുപോലെ? പരീക്ഷിത്ത് മുക്തനായില്ലേ? എന്തു ചെയ്തു പരീക്ഷിത്ത്? ഇരുന്നേടത്തിരുന്നു ശുഗമുനി പറഞ്ഞത് 7 ദിവസം തോരാതെ കേട്ട് അത് ഗ്രഹിച്ച് ആ ഗ്രഹണം കൊണ്ട് സംഭവിച്ചതാണ് മോക്ഷം. പരീക്ഷിത്ത് ഏതെങ്കിലും മലയിലേക്ക് പോയോ? നടന്നോ? തീർത്ഥാടനത്തിന് പോയോ? കൈ പൊക്കി തപസ് ചെയ്തോ? അഗ്നികർമ്മങ്ങൾ ചെയ്തോ? നിങ്ങൾക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? ഈ സത്രം എന്ന് പറയുന്നത് എന്താ? ആ പരീക്ഷത്തിന് ഉണ്ടാക്കിക്കൊടുത്ത അതേ നേട്ടമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്രവക്താക്കൾക്ക് എല്ലാവർക്കും അതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഉദ്ദേശം ഇതാണ്. പ്രവക്താക്കൾക്ക് എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ പോലും ശ്രോതാക്കളായ നിങ്ങൾ 8 കൊല്ലായില്ലേ ഇപ്പോൾ കേൾക്കണു, ആ കേട്ട് നിങ്ങൾ ആ പോരാത്തത് ചേർത്ത് അത് സ്വാംശീകരിച്ചെടുക്കണം. അങ്ങനെ ആ സത്വഗുണത്തിൻ്റെ കെട്ടുപൂട്ടുകൾ പോലും ഈ ജ്ഞാനലാഭം കൊണ്ട് സത്വം കൊണ്ട് തീരും. സത്വാത് ധർമ്മോ ഭവേദ് വൃദ്ധാത് പുംസോ മദ്ഭക്തിലക്ഷണ. സത്വഗുണം വളരുന്നതിൻ്റെ ലക്ഷണം എന്താ? മദ്ഭക്തിലക്ഷണ ധർമ്മ. ഈശ്വരനോട് തോന്നുന്ന സമ്പൂർണമായ കലവറയില്ലാതെ നിസ്സീമമായിരിക്കുന്ന ആ ഭക്തി ഉണ്ടല്ലോ, ഇടതടവില്ലാത്ത ഭക്തി, കലവറയില്ലാത്ത ഭക്തി. ഈ ലോകം മുഴുവനും ഈശ്വരൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ വിലാസമാണ്, പരിലസനമാണ്, അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ്. ഈ ലോകത്തിലുള്ളത് മുഴുവനും ആ ലോകത്തിൽപ്പെട്ട ഒന്നാണ് ഞാൻ അല്ലെങ്കിൽ താൻ. എൻ്റെ ശരീരവും അതിൽപ്പെട്ടത് തന്നെ, എൻ്റെ മനസ്സും അതിൽപ്പെട്ടത് തന്നെ, എൻ്റെ ബുദ്ധിയും അഹങ്കാരവും അതിൽപ്പെട്ടത് തന്നെ. ഇങ്ങനെ ഈശ്വരമയമല്ലാതെ ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്നിങ്ങനെ വിചാരിക്കാൻ പറ്റുന്നതുണ്ടല്ലോ, ഇതാണ് മദ്ഭക്തി ലക്ഷണ ധർമ്മ. ഒരു ചരട്ടയിലോ ഒരു കല്ലിലോ ഒരു മുള്ളിലോ ഒക്കെ നമുക്ക് ഈശ്വരനെ കാണാൻ എളുപ്പമാണ്. എന്താ? അപ്പം മാത്രമേ നമുക്ക് ഈശ്വരഭാവം ഭക്തിഭാവം വേണ്ടൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആവാലോ.
ഞാൻ ഉപാസിക്കുന്ന ആ വിഗ്രഹത്തിൽ മാത്രം ഭക്തി ഉണ്ടെങ്കിൽ, വിഗ്രഹത്തിൽ പൂജ കഴിഞ്ഞിങ്ങോട്ട് പുറത്തു വന്നാൽ എൻ്റെ ഇഷ്ടപ്രകാരമായിക്കൂടെ? അല്ലെങ്കിൽ ഈശ്വരനൊരു തൊന്തരവാ? ആ മാതിരിയുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ എല്ലാറ്റിനെയും ഈശ്വരനായി കണ്ട് താനടക്കം ഈശ്വരാംശമാണ്, ഈശ്വര പരിലസനമാണ് എന്ന് കണ്ട് അങ്ങനെ സമ്പൂർണമായിരിക്കുന്ന ഒരു ഭക്തിഭാവമുണ്ടല്ലോ, അത് കുറച്ച് അപൂർവമാണ്, വലിയൊരു അനുഗ്രഹമാണത്. ആ മദ്ഭക്തി ലക്ഷണ ധർമ്മ സാത്വികോപാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. സാത്വികമായിരിക്കുന്ന ഉപാസനാമാർഗങ്ങൾ, ഉപാസന എന്ന് പറഞ്ഞാൽ അതിൽ മനസ്സും ബുദ്ധിയും മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. പൂജ വാസ്തവത്തിൽ ഉപാസനയിൽപ്പെട്ടതല്ല, കർമ്മങ്ങളൊന്നും ഉപാസനയിൽപ്പെട്ടതല്ല. ഉപാസനാകാന്ഡം, ആരണ്യകാന്ഡം എന്ന് പറഞ്ഞാൽ അഗ്നികർമ്മങ്ങളും സ്തുതികളും എല്ലാം വിട്ട് കണ്ണടച്ച് മനസ്സുകൊണ്ട് സങ്കല്പങ്ങളും ഭാവങ്ങളും ധ്യാനങ്ങളുമെല്ലാമായി പോകുന്നതാണ് വാസ്തവത്തിലുള്ള ഉപാസന. ആ ഉപാസനയിൽ പ്രവേശിച്ചപ്പോഴാണ് നമ്മുടെ വൈദിക ചിന്തന്മാർക്ക്, വേദ ഋഷികളുണ്ടല്ലോ, അവർക്ക് ഉപനിഷത്ത് എന്ന് പറയുന്ന പരമാർത്ഥം, ആ പരമജ്ഞാനം അവരുടെ മനസ്സിലിങ്ങനെ ഉദിച്ചു പൊങ്ങിയത്. അങ്ങനെയുള്ള സാത്വികോപാസയാ സത്വം തതോ ധർമ്മ പ്രവർത്തതേ. തത്തത് സാത്വികമേവൈഷാം യദ്യത് വൃദ്ധാ പ്രചക്ഷതേ നിന്ദന്തി താമസം തത്തത് രാജസം തതുപേക്ഷിതം. എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി പറയാൻ പുറപ്പെടുമ്പോൾ അത് സമഗ്രമായും സമ്പൂർണമായും പറയുക എന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ ആ വിഷയത്തിന് മുഴുവനും വിശദമാക്കി പറഞ്ഞു കൊടുക്കുക. നിങ്ങളൊക്കെ കൃഷ്ണൻ്റെ മയിൽപ്പീലിയും മുഖവും ഓടക്കുഴലും അങ്ങനെ വിവരിച്ചു കൂടും, തിരക്കടൊന്നുമില്ല, കുട്ടികൾ അങ്ങനെ ചെയ്തോട്ടെ, നമുക്കും കാണാൻ ഇഷ്ടം തന്നെയാണ്. പക്ഷേ പറയുന്ന കൃഷ്ണൻ, സംസാരിക്കുന്ന കൃഷ്ണൻ, ഉപദേശിക്കുന്ന കൃഷ്ണൻ, നിർബന്ധിക്കുന്ന കൃഷ്ണൻ, ആ കൃഷ്ണനെയാണ് പ്രായം തികഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത്. തത്തത് സാത്വികമേവൈഷാം യദ്യത് വൃദ്ധാഃ പ്രചക്ഷതേ നിന്ദന്തി താമസം തത്തത് രാജസം തതുപേക്ഷിതം. ഈ സാത്വികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെന്താ പ്രമാണം? അറിവുള്ളവരും പ്രായമൂപ്പുള്ളവരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നുണ്ട് നല്ലത് ഏതാന്ന്. ഞാൻ എപ്പോഴും പറയും, ഒരു ക്ഷേത്രം നിങ്ങൾക്ക് നടത്താൻ ഒരു കമ്മിറ്റിയൊക്കെ അന്നത്തെ കാലത്ത് ആവശ്യമാണ്. ആ കമ്മിറ്റി വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? പഴമയുള്ളവരും പാരമ്പര്യമുള്ളവരുമായ 1-2 പേരെങ്കിലും ആ കമ്മിറ്റിയിൽ വേണമെന്ന് പറയും. എന്താ? ഈ ചെറുപ്പക്കാർക്ക് എന്തും ചെയ്യാം ഒരു അഭിപ്രായമാണല്ലോ. അവരുടെ ഉത്സാഹത്തിൽ അവർ എവിടെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പ്രതിഷ്ഠ തന്നെ തലകീഴായി പ്രതിഷ്ഠിക്കാനും കൂടി വിരോധമില്ല. അപ്പം അറിവും പഴക്കവുമുള്ള കുറേ ആൾക്കാർ 1-2 പേരെങ്കിലും അവിടെ വേണം നമ്മൾ ചെയ്യാൻ പുറപ്പെടുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ. മദ്യപന്മാർ മദ്യപിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ മദ്യപിക്കാതെ ഒരാൾ വേണത്രേ, അല്ലെങ്കിൽ എന്ത് അബദ്ധവും ചെയ്തു കളയും. ഒരിക്കൽ പറയണ കേട്ടു, ഈ മദ്യപന്മാരെല്ലാവരും കൂടി മദ്യപിച്ച എന്തെങ്കിലും ഘോരകർമ്മം ചെയ്യണത്രേ. നല്ല അന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ അവർ തീർച്ചയാക്കി നറുക്കിട്ടെടുക്കാൻ, നമുക്ക് എല്ലാവരുടെ പേര് കിട്ടുക, നറുക്കിട്ടെടുക്കുക. എന്നിട്ട് ആരുടെ പേര് കിട്ടിയോ ആളെ ബാക്കിയുള്ളവർ കൊല്ലുകയെന്ന്. അപ്പം അടുത്തൊരാളുണ്ടായിരുന്നു, ഡോ താൻ എന്താ ഈ ചെയ്യാൻ പോണത്, പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയ, അല്ലെങ്കിൽ ഒരാളെ ഒരു കശാപ്പ് ചെയ്തേനെ. അപ്പോൾ എല്ലാവരും കൂടി പുറപ്പെടുമ്പോൾ ഉത്സാഹത്തിൽ എന്തും ചെയ്യും, അത് ചെയ്യാൻ പാടില്ല, അത് ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. തത്തത് സാത്വികമേവൈഷാം യദ്യത് വൃദ്ധാഃ പ്രചക്ഷതേ. അറിവുള്ളവർ, ജ്ഞാനവൃദ്ധന്മാർ, വയോവൃദ്ധന്മാർ എന്താണോ നല്ലത് എന്ന് പറയുന്നത് അതാണ്. നിന്ദന്തി താമസം തത്തത് രാജസം തതുപേക്ഷിതം. ഗുരുവായൂരിൽ തുലാഭാരം വളരെ കേമാ. തുലാഭാരത്തിന് നമ്മളോളം ഭാരമുള്ള വേറെ ഒന്നും അവിടെ വയ്ക്കുകയെന്ന്. അവിടെ ഇപ്പോൾ മത്സ്യം കൊണ്ടുവച്ച ഒരാൾക്ക് തുലാഭാരം ചെയ്യണമെന്ന് തോന്നിയാൽ അത് ശരിയാവുമോ? ഭഗവാനല്ലേ, എന്തു കൊടുത്തൂടെ? ഒരു നായ്ക്കുട്ടിയെ പിടിച്ചു വെച്ചു, എന്നാലോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കാര്യം തുലാഭാരം എന്നൊക്കെ പറയണത് ശരിയാ, പക്ഷേ അവിടെ സാത്വികമായിരിക്കുന്ന തുലാഭാരേ അവിടെ നടക്കാൻ പാടുള്ളൂ. രാജസോ താമസോ ആയിട്ടുള്ളത് പാടില്ല. അപ്പോൾ വയോവൃദ്ധന്മാരും ജ്ഞാനവൃദ്ധന്മാരും നിന്ദിക്കുന്നതൊക്കെ താമസം. നിന്ദിക്കാതെയും സ്തുതിക്കാതെയും വേണ്ട, അത് വേണ്ട. എന്തായാലും ഗുണദോഷമൊന്നും ആലോചിക്കേണ്ട, തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കുക ശരി. സാത്വികാന്യേവ സേവേത പുമാൻ സത്വവിവൃദ്ധയേ തതോ ധർമ്മസ്തതോ ജ്ഞാനം യാവത് സ്മൃതിരപോഹനം. സാത്വികാന്യേവ സേവേത പുമാൻ സത്വവിവൃദ്ധയേ. സത്വഗുണപ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാ? ആഹാരം. സത്വഗുണമായിരിക്കുന്ന ആഹാരം നിങ്ങൾ കേട്ടാൽ അയ്യോ സ്വാമിജി ഇത് വലിയ കടുപ്പല്ലേ എന്ന് പറയും. നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് പറയണത്. സത്വഗുണത്തിനെ പറ്റി കൃഷ്ണൻ ഗീതയിൽ പറയണത് ഇങ്ങനെയാ: രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാഃ ആഹാരാ സാത്വികപ്രിയാഃ. രസ്യാഃ എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കാൻ നല്ല രസാ. അവിടെ കാണുമ്പോഴേക്കും ഇവിടെ ഉമിനീര് തെളിയായി, അത്ര നല്ലത്. സ്നിഗ്ധാഃ കടിച്ചിറക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പം സ്നിഗ്ധതയുള്ളത്. സ്ഥിരാഃ
കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം അത് കഴിച്ച ഗുണം കാണും. ഇത് 12 മണിക്ക് ഊണ് കഴിച്ചു, 2:30 ആകുമ്പോഴേക്കും പിന്നെയും വിശന്ന് കുറേ കൂടി വാരിക്കോറ്റി കഴിക്കണം. അങ്ങനെയുള്ളതല്ല. 12:30 മണിക്ക് ഊണ് കഴിച്ചാൽ ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂർ നേരം ഒരു ഭക്ഷണവും കഴിക്കേണ്ടതെന്ന് തോന്നും. അങ്ങനെയുള്ളതാണ്. രസ്യാസ്നിഗ്ധാസ്ഥിരാഹ ഹൃദ്യാഹ. കഴിച്ചതിന് ശേഷം മനസ്സിനൊരു വിഷമവുമില്ല, എക്കട്ടം വരില്ല, അതൊക്കെ ശാന്തമായിട്ടിരിക്കും. ഇനി ഇതിലധികം നല്ല ഭക്ഷണം ഉണ്ടോ? എന്താ മിണ്ടാതെ? അപ്പം സത്വഗുണത്തിന് എന്താ തകരാറ്? അതുമാതിരി വസ്ത്രം ധരിക്കുകയാണ്, നമ്മുടെ ശരീരത്തിന് പറ്റിയ തരത്തിലുള്ള വസ്ത്രം. ഇപ്പം ചിലർ കണ്ടു, ഞാൻ ഇന്നാൾ കാറിൽ പോകുമ്പോൾ കണ്ടു, കറുത്തതിൽ കംപ്ലീറ്റ് ആയിട്ട് മൂടി, നല്ല വെയിലും ഉണ്ട്. ഈ കറുത്തത് ചൂടാകർഷിക്കുന്നതാണ്. അങ്ങനെ ഒരു ചൂടുള്ള വസ്ത്രം കറുത്തത് അങ്ങോട്ട് വെയിലത്ത് ധരിച്ച് പോവാന്ന് പറഞ്ഞാൽ, അയ്യോ എന്ത് മഹാപാപാണോ ഇവർ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഇനി നരകത്തിലേക്കൊന്നും പോണ്ടി വരില്ല, ഏറ്റവും വലിയ നരകത. അപ്പോൾ ചൂടിനെ അകത്തേക്ക് വശീകരിക്കാതെ പുറത്തേക്ക് വിടുന്നതും നമ്മുടെ ശരീരത്തിന്, ദേഹത്തിന്, അതിൻ്റെ നിറം, വയസ്സ്, ഇതിനൊക്കെ അനുസരിച്ച് വസ്ത്രം ധരിക്കുക. ഇപ്പോൾ ഇവിടെ വസ്ത്രം ധരിച്ചവരെ നോക്കിയാൽ എനിക്കറിയാം ആരൊക്കെയാ എന്തൊക്കെയാ തരം എന്നൊക്കെ. അപ്പോൾ എന്ത് വസ്ത്രമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയണം. മിക്കവാറും വസ്ത്രങ്ങൾക്ക് പ്രോ വൈറ്റ് ആയിരിക്കണം. അത് അപ്പോഴാണ് ആളെ കാണാൻ നല്ല തെളിച്ചുണ്ടാവുക, മുഖം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുമാത്രമല്ല, ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല. അങ്ങനെ ആഹാരത്തിൽ, വസ്ത്രത്തിൽ, നിങ്ങളുടെ പാർപ്പിടത്തിൽ അതിൽ വേണ്ടത്ര വാതിലും ജനാലയൊക്കെ വേണം, നല്ല വെന്റിലേഷൻ വേണം. നമ്മുടെ ചുമരിന് കൊടുക്കുന്ന കളറുണ്ടല്ലോ, ആ കളറ് എന്തൊക്കെ കളറാണ്, കറുത്ത കളറും എന്തൊക്കെയോ ചെയ്ത് അത് ലൈറ്റ് കളറായി കൊടുത്ത് വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യാവുന്ന കളറായിരിക്കണം. നിലത്തിൻ്റെയും ചുമരിൻ്റെയും ഒക്കെ ആൾക്കാർ പെരുമാറുന്നവരെ നമുക്ക് പരസ്പരം കാണാൻ പറ്റണം. അങ്ങനെ എല്ലാറ്റിലും നല്ല വിവേചനത്തോടുകൂടി നല്ലത് ഉപയോഗിക്കുക എന്നാണ് ഈ സത്വത്തിനർത്ഥം. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, സാത്വികാന്യേവ സേവേതാ പുമാൻ സത്വവിവൃദ്ധയെ തതോ ധർമ്മസ്തതോ ജ്ഞാനം. അങ്ങനെ സാത്വിക സേവ കൊണ്ട് എന്തുണ്ടാവും? ധർമ്മം വളരും, ധർമ്മബുദ്ധി വളരും. അത് കഴിഞ്ഞാലോ ജ്ഞാനം വേണം എന്ന് തോന്നുകയായി. യാവത് സ്മൃതിരപോഹനം. ആത്മവിഷയമെല്ലാം പറഞ്ഞു തുടങ്ങിയാൽ പെട്ടെന്ന് കേൾക്കാനും ഗ്രഹിക്കാനും സാധിക്കും. അതിന് വിരോധമായിട്ടുള്ളതൊക്കെ മനസ്സിൽ നിന്ന് മറന്നു പോകുകയും ചെയ്യും. ടി വി കാണുമ്പോഴും നമുക്ക് പറ്റിയിട്ടുള്ള നല്ല നല്ല സീൻസ് ഉണ്ടല്ലോ, അതേ കാണാൻ പിടിക്കുള്ളൂ. ഞാൻ ഇന്നാൾ മനേഷ്യക്ക് പോയപ്പോൾ ഒരു അമ്മ പറയുക, ഇപ്പം കണ്ണി കണ്ടതൊക്കെ ടി വിയിൽ വന്നാൽ എനിക്ക് തീരെ പിടിക്കണില്ല, ഒക്കെ ഇങ്ങനെ രാമായണം മാതിരിയോ നല്ല കാര്യങ്ങളുണ്ടെങ്കിലേ ഇഷ്ടമാവുള്ളൂ, പിന്നെ ഒന്നും അത് തുറക്കാൻ തന്നെ തോന്നുന്നില്ല എന്ന്. മനസ്സങ്ങനെ ആയിത്തീരും. ഇത് കേട്ടപ്പോൾ ഉദ്ധവൻ ചോദിക്കുന്നു, വിദന്തിമർത്യാഃ പ്രായേണ വിഷയാൻ പദമാപദാം തഥാപി ഭുഞ്ജതേ കൃഷ്ണ തത്കഥം ശ്വഖര അജവത് ശ്വഖരാജവത്. ഉദ്ധവൻ്റെ ചോദ്യമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വിദന്തിമർത്യാഃ പ്രായേണ വിഷയാൻ പദമാപദാം. ഈ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ എങ്ങനെയാ? നശ്വരങ്ങളാണ്, നശ്വരങ്ങളാണ്, ക്ഷണികങ്ങളാണ്. എല്ലാം തന്നെ സുഖദുഃഖങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ആപത്തുകൾ നമ്മെ വലയം ചെയ്യും. അങ്ങനെ വലയം ചെയ്യിക്കുന്നതാണ് ലോകവസ്തുക്കളെല്ലാം തന്നെ. അങ്ങനെ ആയിരുന്നിട്ടും വിഷയാൻ പദമാപദാം, ആപത്തുകൾക്ക് സ്ഥാനമാണ് ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ എല്ലാം എന്നുണ്ടെങ്കിലും തഥാഭി ഭുഞ്ജതേ കൃഷ്ണ തത് കഥം ശ്വഖര ആജവത് അജവത് ശഖരാജവത്. എന്നാലും ഈ വസ്തുക്കളുടെ പിന്നാലെ നായ്ക്കളെപ്പോലെയും കഴുതുകളെപ്പോലെയും ആടിനെപ്പോലെയും ചെല്ലുന്നുണ്ടല്ലോ എന്ന് ഭാഗവതത്തിൻ്റെ വാക്കുകൾ കേട്ടോ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നവരെങ്ങനത്തെവരാ? ഭാഗവതത്തിൻ്റെ ഭാഷയിൽ മിണ്ടണില്ല, കണ്ടോ? നായ്ക്കളെ, പട്ടികൾ, പിന്നെയോ കഴുത, അതും കഴിഞ്ഞാലോ ആട്. മേഹ മേഹ മേഹ, എപ്പം നോക്കിയാലും മേ മേ എൻ്റെ തന്നെയുള്ളൂ അതിൻ്റെ ശബ്ദം. സാധാരണ ഒരു കവി പറയാണ്, കാന്തായി മേ മേ തനയായി മേ മേ ഗൃഹായി മേ മേ പശഭസ്ത്വി മേ മേ ഏവം നരോ മേഷസമാനരൂപഃ മേ മേ കൃതഃ കാലവൃകേണ നീതഃ. മേ മേ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ എൻ്റെ എൻ്റെ എന്ന് അർത്ഥമാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ എന്ന് പറയാത്ത ദിവസമുണ്ടോ? എന്താ മിണ്ടാതെ? കല്യാണം കഴിഞ്ഞ് 2 ആൾക്കും കൂടി ഒരു കുട്ടിയുണ്ടായി. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരും പറയണതാ എൻ്റെ കുട്ടി. ഒരാളും ഞാൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ഞങ്ങളുടെ കുട്ടിയെന്ന്. ഭാര്യ തന്നെ കുട്ടി ഉണ്ടാവില്ലല്ലോ, ഭർത്താവ് തന്നെയും. ഞങ്ങളുടെ കുട്ടിയെന്ന് ഒരാളും പറയില്ല. 2 പേരും ഒരുമിച്ച് നിൽക്കുമ്പോഴും എൻ്റെ കുട്ടി. ഇനി എങ്ങാനും കുറ്റവും കുറവും വന്നാലോ നിങ്ങളുടെ മകൻ എന്ന് പറയും. അപ്പോൾ
ഇതാണ് അവരുടെ സമ്പ്രദായം. അപ്പോൾ എന്താ ഈ പറയണത്? കാന്തായി മേമേ തനയായി മേമേ. കാന്തമാർ ഭാര്യമാരെൻ്റെയാണ്, മക്കളെൻ്റെയാണ്. ഗൃഹായി മേമേ വീടെൻ്റെയാണ്. പശവസ്തു മേമേ മൃഗങ്ങൾ ആനയോ കുതിരയോ പശുവോ ഒക്കെ ഉണ്ടെങ്കിൽ. ഏവം നരോ ഇങ്ങനെ മനുഷ്യൻ. ഏവം നരോ മേഷസമാനരൂപ ആടിനെ പോലെ മേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മേമേ കൃത കാലവൃകേണനീത അങ്ങനെ ആട്ടിനെ പോലെ മേ മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലം എന്ന് പറയുന്ന ചെന്നായ വന്ന് കഴുത്തിൽ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണുണ്ടത്രേ. ഇതല്ലേ വാസ്തവത്തിൽ നമ്മുടെ സ്ഥിതി? എന്താ മിണ്ടാത്തേ? അത് സമ്മതിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട്? സമ്മതിച്ചതുകൊണ്ട് വായ പൊള്ളുവോ? തീ എന്ന് പറഞ്ഞാൽ വായ പൊള്ളുവോ? അപ്പോൾ ഇത് സമ്മതിച്ചുകൊണ്ട് നല്ലതാണ്, സമ്മതിച്ചോളൂ. അപ്പോൾ തഥാഭിഭുഞ്ചതേ കൃഷ്ണ തത്കഥം. എന്നാലും മനുഷ്യരതിൻ്റെ പിന്നാലെ പോയി ഇതിങ്ങനെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതിനെന്താ കാരണം ഇത് ഇന്ത്യ രാജ്യത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു ചോദ്യവും മറുപടിയും നിങ്ങൾ കേൾക്കുള്ളൂ. അതിന് മറുപടി പറയുകയാണ് ശ്രീ ഭഗവാനുവാച അഹമിത്യന്യഥാ ബുദ്ധി പ്രമത്തസ്യ യഥാ ഹൃദി ഉത്സർപ്പതി രജോ ഘോരം തതോ വൈകാരികം മനഃ. ഈ മനസ്സിങ്ങനെ ബഹിർമുഖമായി ബാഹ്യവസ്തുക്കൾ നാശമുള്ളതാണ്, ആപത്കരങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിൻ്റെ പിന്നാലെ പോകാനുള്ള കാരണം അഹമിത്യന്യഥാ ബുദ്ധി. അഹമിതി അന്യഥാ ബുദ്ധി. ഞാൻ എന്നുള്ള ഒരു വിചാരമുണ്ടല്ലോ, ആ ഞാൻ എന്നുള്ളതിനെ ശരിയായിട്ട് പിടിക്കാതെ ഈ ശരീരമാണ് ഞാൻ എന്ന് പറഞ്ഞു കളയണം. ശരീരം എൻ്റെയാണ്, ഞാനല്ല. മനസ്സും എൻ്റെയാണ്, ബുദ്ധിയും എൻ്റേതാണ്. ഇതെല്ലാറ്റിനെയും ഗ്രസിക്കുന്നതും ഉടമസ്ഥാവകാശത്തിൽ നിൽക്കുന്നതുമായ ഞാൻ ഒന്ന് വേറെയാണ്, ഇതിനെല്ലാം സാക്ഷിയായി എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അന്യഥാ ബുദ്ധി, തെറ്റായി മറ്റൊരു തരത്തിലുള്ള ബുദ്ധിയുണ്ടല്ലോ. പ്രമത്തസ്യ യഥാ ഹൃദി, ആലോചനയില്ലാത്തതിനാൽ പ്രമത്തനായതുകൊണ്ട് അശ്രദ്ധ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആദ്യമായി ഉത്സർപ്പതി. കേൾക്കുന്നുണ്ടോ? ഉത്സർപ്പതി എന്ന് പറഞ്ഞാൽ ഉദിക്കുന്നു എന്ന്. എപ്പോൾ ഉദിക്കണു എന്ന് പറയാൻ പറ്റില്ല. പുറമേയുള്ള ഉദയമാണെങ്കിൽ നമുക്ക് ക്യാമറയിൽ പിടിക്കാം, ഉള്ളിലുള്ള ഉദയം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിൽ അങ്ങോട്ട് ഉത്സർപ്പതി രജോ ഘോരം തതോ വൈകാരികം മനഃ. അവിടെ അങ്ങോട്ട് ഉയർന്നാൽ അപ്പം വന്നു രജോ ഗുണം. ചലനാത്മകമാണ് രജോ ഗുണം. അവിടുന്ന് അങ്ങോട്ട് ഓരോന്നോരോന്ന് തൊടുത്ത് രജോയുക്തസ്യ മനസഃ സങ്കൽപ്പഃ സവികൽപകഃ തതഃ കാമോ ഗുണധ്യാനാത് ദുസ്സഹ സ്യാദ്ധി ദുർമദേ. അവിടുന്ന് അങ്ങോട്ട് സങ്കല്പമായി വികല്പമായി. സ്വർണ്ണമാനെ കണ്ട് സീത പറഞ്ഞതെന്താ? എനിക്ക് വേണമെന്ന്. രാമനോ അത് ഒപ്പുവെച്ചു, ലക്ഷ്മണനോ തടുത്തു നിർത്തി, എന്നിട്ട് കൂട്ടാക്കിയില്ല. അവസാനം പോയി. സീതയെ ലക്ഷ്മണ എന്ന് പറഞ്ഞു, രാവണൻ വന്നു കൊണ്ടുപോയി. വാ, ഇതിപ്പോൾ എവിടം കൊണ്ടാണ് ഉണ്ടായത്? ഇപ്പം മാരീചൻ്റെ കയ്യിലാ തെറ്റ്. എന്താ മിണ്ടാത്തേ നിങ്ങൾ? രാവണൻ്റെ കയ്യിലാ തെറ്റ്. ആരുടെ കയ്യിലാ തെറ്റ്? സീതയുടെ മനസ്സ്. അത് എങ്ങനത്തെ സീതയാ? ജനകപുത്രി, ജനക മഹർഷി വലിയ ഒരു പരമജ്ഞാനിയായി ആ ജ്ഞാനപ്പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ള സീതയുടെ കാര്യമാണ് ഈ പറയണത്. ദശരഥൻ്റെ പുത്രൻ. അത് കണ്ടിട്ട് ലക്ഷ്മണൻ തടുത്തു നിർത്തിയപ്പോഴും കൂടി അത് കൂട്ടാക്കിയില്ല. നിങ്ങൾ അത് ഇതൊക്കെ പറയും, വെള്ളം പറഞ്ഞ് സമാധാനിപ്പിക്കാതെ കാര്യം മനസ്സിലാക്കാൻ നോക്കൂ. മായാസീതയാ ആനസീതയാണ്. രാമായണത്തിലുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതിനെ മായയാക്കി നിങ്ങൾ വെള്ളം കുറയ്ക്കൊന്നും വേണ്ട. രാമന് സംഭവിച്ച ദൂഷ്യമാണത്, തെറ്റാണ്. സീതയ്ക്ക് വന്ന പതനമാണത്. മനുഷ്യൻ്റെ മനസ്സിന് വരാവുന്നതും വരുന്നതുമായ പതനമാണ്. അത് കാണിക്കാനാണ് വാൽമീകി പറഞ്ഞിരിക്കുന്നത്. രാമൻ വേറെയും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം തന്നെ സമ്മതിക്കണു. ഇത് വെറുതെ അത് ഇതും പറയുമ്പോൾ വല്ലതും കേട്ടിട്ട് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഈ സത്രം തന്നെ ഇവിടെ വേണ്ട. ഇത് സത്രമാവണം, തത്വസമീക്ഷ ആവണം എന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തോടു കൂടി പറയുമ്പോൾ അത് മായാസീതയാണ്. എന്ത് മായാസീത? മായാസീതയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, ആ കഥ എഴുതണ്ട. ജനകന് ജനിച്ചിട്ടുള്ള പുത്രിയാണ്. ആ ജനകപുത്രിക്കാണ് ഇത് സംഭവിച്ചത്. അവർ തന്നെ പറയണു, ഞാൻ തെറ്റ് പറഞ്ഞുവല്ലോ, ലക്ഷ്മണനെ ഇത്രയധികം പരുഷമായി സംസാരിച്ചുവല്ലോ എന്ന് പറഞ്ഞ് സ്വയം ശപിക്കണു രാവണൻ്റെ കയ്യിലായതിനു ശേഷം. ആ സ്ത്രീയാണ് പറഞ്ഞത്, ലക്ഷ്മണ, നീ എൻ്റെ കൂടെ വന്നത്, ജ്യേഷ്ഠൻ്റെ കൂടെ വന്നതിൽ നിന്റെ ഉദ്ദേശം വേറെയാണ്. നിന്റെ കണ്ണ് എന്നിലായിരുന്നു. എങ്ങനെയെങ്കിലും രാമൻ മരിച്ചു പോയാൽ നിനക്കെന്നെ കൈവശപ്പെടുത്താം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് നീ പുറപ്പെട്ടു വന്നത്.
നീ വ്യാമോഹത്തിലാണ്. എങ്ങാനും രാമൻ പോയാൽ ഞാൻ ഈ ഗോദാവരിയിൽ എടുത്തു ചാടി എന്നെ സ്വയം കൊന്നുകളയും, നിനക്കെന്നെ തൊടാൻ കിട്ടില്ല എന്ന് വരെ പറഞ്ഞു സീത. ഈ വാക്ക് പറഞ്ഞാൽ പിന്നെ അവിടെ സഹോദരന് നിൽക്കാൻ പറ്റുമോ? വനദേവതകൾ രക്ഷിക്കട്ടെ എൻ്റെ ജ്യേഷ്ഠത്തി അമ്മയെ എന്ന് പറഞ്ഞ് ഒരു വരയും വരച്ച് ആ സത്പുത്രൻ അവിടെ നിന്ന് പോയി. രാമായണമായി മനസ്സിലാക്കൂ കൂട്ടരെ. എന്നാണ് നിങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കാൻ പോകുന്നത്. രാമായണം, രാമൻ ജനിച്ച കാലത്തും ജീവിച്ച കാലത്തും അദ്ദേഹം ദൈവമല്ല. അതിനുശേഷമാണ് ക്ഷേത്രമുണ്ടാക്കിയത്. രാമായണത്തിലുള്ള ഓരോ പദവും ഓരോ ചരിത്രവും ഓരോ ചരിതവും നമ്മളോട് ഒപ്പിച്ചൊപ്പിച്ച് നോക്കി അതിലുള്ള നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചീത്ത കാര്യങ്ങൾ ഒരു വാണിംഗായി, ഒരു മുൻകരുതലായി എടുത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സത്യകഥന രൂപത്തിലാണ് വാൽമീകി പറയുന്നത്. ആ വാൽമീകി രാമായണത്തിനെ പിന്തുടർന്ന് ആനന്ദരാമായണം, കൃത്തികാരാമായണം, കമ്പരാമായണം എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടായിട്ടുണ്ട്. ആ മൂലപ്രമാണത്തിലുള്ള രാമായണത്തിൻ്റെ കഥയോ അല്ലെങ്കിൽ വൃത്താന്തമോ ആണ് ഞാനിവിടെ പറയുന്നത്. രജോയുക്തസ്യ മനസഃ സങ്കല്പഃ സവികൽപകഃ തതഃ കാമോ ഗുണധ്യാനാത് ദുസ്സഹ സ്യാദ്ധി ദുർമതേഃ കരോതി കാമവശകഃ കർമാണ്യവിജിതേന്ദ്രിയഃ ദുഃഖോദർക്കാണി സംപശ്യൻ രജോ വേഗ വിമോഹിതഃ. കരോതി കാമവശകഃ, കാമത്തിന് വിധേയമായിട്ടാണ് ലോകത്തിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. കർമാണി അവിജിതേന്ദ്രിയഃ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൈക്കൽ നിൽക്കാത്തത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ ക്ഷോഭമിളക്കിവിട്ട് ആ ക്ഷോഭത്തിന് വിധേയമായി മനസ്സ് പല കടുങ്കയ്യും പ്രവർത്തിക്കുന്നു. ഈ കേരളത്തിൽ നടന്ന സംഭവം, ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട ഒരാൾ ദിവസേന ശിവപൂജ ചെയ്യണു. കേൾക്കുന്നുണ്ടോ? ഇനി അത് മായാവോ? ശിവപൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരെഴുത്ത് വന്നു, അമ്മ വേഗം ജന്മഗൃഹത്തിലേക്ക് പോകണം, അവരുടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ പോവാൻ പുറപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ 12 വയസ്സായ ഒരു പെൺകുട്ടി ഞാനും വരും ഞാൻ വേണമെന്ന് പറഞ്ഞ് ലഹള കൂട്ടി. ആദ്യം അമ്മ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു കണ്ണുരുട്ടി മുഴിച്ചു, നീ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഈ കുട്ടി പോവാൻ കൂട്ടാക്കാതെ അമ്മ ഗേറ്റ് കറന്ന് അങ്ങോട്ട് തുറന്നു പോയപ്പോൾ ഒപ്പം പിന്നാലെ ഓടിപ്പോയി. ഈ ശിവപൂജ കഴിക്കുന്ന ബ്രാഹ്മണൻ അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് എണീറ്റ് ഒരു വെട്ടുകുത്തി എടുത്ത് 12 വയസ്സായ പെണ്ണിൻ്റെ കുട്ടിയുടെ കഴുത്തങ്ങോട്ട് വെട്ടി മരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇതെന്ത് മായ? ആ പെൺകുട്ടി മായയാണല്ലേ? ഒക്കെ മായ. ഈ ലോകം തന്നെ വിദ്യമായ മനോമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ. നടന്ന സംഭവമാണ്. ഇതിനുള്ള കാരണം എന്താ? വെട്ടുകുത്തിയാണോ കാരണം? നമ്മുടെ മനസ്സ് അങ്ങനെയൊക്കെ ആവാം. അതാണ് ഇവിടെ പറയുന്നത്. കരോതി കാമവശകഃ കർമാണ്യവിജിതേന്ദ്രിയഃ ദുഃഖോദർക്കാണി സംപശ്യൻ രജോ വേഗവിമോഹിതഃ. പല പ്രവൃത്തികളും ദുഃഖത്തിന് കാരണമാണ് എന്ന് മനസ്സിലാക്കിയാലും രജസിൻ്റെ അതിതീവ്രമായിരിക്കുന്ന സ്വാധീനത്തിന് വിധേയമായി എല്ലാവരും എങ്ങനെ ചെയ്യുന്നു? രജസ്തമോഭ്യാം യദപി വിദ്വാൻ വിക്ഷിപ്തധീഃ പുനഃ അതന്ത്രിതോ മനോമുഞ്ചൻ ദോഷദൃഷ്ടിർ ന സജ്ജതേ. അങ്ങനെയൊക്കെ ആയാലും ഈ രജസിനെയും തമസിനെയും കവച്ചു വയ്ക്കാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ട്. അതിന് സത്വഗുണം കൂടെയുണ്ട്. അതിന് പരിശ്രമിക്കണം. ഏതാവാൻ യോഗാദിഷ്ടോ മച്ഛിഷ്യൈഃ സനകാദിഭിഃ സർവതോ മന ആകൃഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. ഏതാവാൻ യോഗാദിഷ്ടോ, ഇങ്ങനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മച്ഛിഷ്യൈഃ സനകാദിഭിഃ, എൻ്റെ ശിഷ്യന്മാർ മൂലം സനകാദികൾക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സർവതോ മന ആകൃഷ്യ മയ്യദ്ധാവേശ്യതേ യഥാ. എല്ലാവിധത്തിലും സർവതഃ മന ആകൃഷ്യ, മനസ്സിനെ ഈ ലോകവസ്തുക്കളിൽ നിന്ന് ആകർഷിച്ച് മയ്യദ്ധാവേശ്യതേ യഥാ. ഈശ്വരൻ്റെ അംശമായിരിക്കുന്ന ജീവൻ, പരമാത്മാവായിരിക്കുന്ന പരമേശ്വരൻ, ആ പരമേശ്വരനിൽ നമ്മുടെ മനസ്സിനെ തറപ്പിച്ച് പതിപ്പിച്ച് ഒട്ടിച്ചങ്ങോട്ട് നിർത്തണമെന്ന്. അത് സാധിക്കില്ലേ? ഇതെല്ലാറ്റിനെയും ഉപേക്ഷിക്കുക എന്നുള്ളതൊരു മാർഗം. ഇനി ഒരു മാർഗം എന്താ? ഉള്ളതെല്ലാം ഈശ്വരനാണ് എന്ന് പറഞ്ഞ് കാണുന്നത് വേറെ ഒരു മാർഗം. ആ രണ്ടാമത്തെ മാർഗമാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഭക്തി എന്ന് പറയുന്നത് ഒരു പ്രതിമയിൽ മാത്രം ഭഗവാനെ കാണുന്നതല്ല, ഒരു വിഗ്രഹത്തിലോ ക്ഷേത്രത്തിലോ തീർത്ഥസ്ഥാനത്തിലോ ഭഗവാനെ കാണുന്നതല്ല, ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ കാണുന്നതല്ല. എല്ലായിടത്തും എല്ലാ സമയത്തും അകത്തും പുറത്തും ഒരുപോലെ ഈശ്വരമയമാണ്, ഈശ്വരൻ മാത്രമാണ്.
എന്നുള്ള കാഴ്ചയും മനോഭാവവും മനനവും ധ്യാനവുമാണ് ശരിയായ ഭക്തിയുടെ ലക്ഷണം. ഇത് കേട്ടപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, സനകാദികൾ അവരെ കൊണ്ട് ഞാനിത് പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ, ഉപദേശിപ്പിച്ചു എന്ന്. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുക, യഥാ ത്വം സനകാദിഭ്യോ യേന രൂപേണ കേശവ യോഗമാദിഷ്ടവാനേ തത് രൂപമിച്ഛാമി വേദിതും. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, സനകാദികളെ കൊണ്ട് ഉപദേശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സനകാദികൾ വളരെ മുമ്പുള്ള ആളാണ്. അവരോട് എങ്ങനെയാ ഉപദേശിച്ചു എന്ന് പറയണേ? ഏത് രൂപത്തിലാ, എങ്ങനെയാ, എവിടെയാ നടന്നതെന്നൊരു ചോദ്യം. അങ്ങനെയാണല്ലോ ഉത്സാഹം ജനിപ്പിക്കുക. അത് ചോദിച്ചതിന് മറുപടി പറയാണ്, പുത്രാഹിരണ്യഗർഭസ്യ മാനസാ സനകാദേഹ പപ്രച്ഛുഃ പിതരം സൂക്ഷ്മാം യോഗസ്യൈകാന്തികീം ഗതിം. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് സനകാദികൾ. അവർ ഒരിക്കൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് സൂക്ഷ്മാം യോഗസ്യ ഏകാന്തികീം ഗതിം പപ്രച്ഛുഃ. ഈ യോഗം എന്ന് പറഞ്ഞാൽ ചേരൽ. യോഗം എന്ന് പറഞ്ഞാൽ ചേരൽ. എന്താ ഈ ചേരുക? ഒന്ന് മറ്റൊന്നോടുകൂടി ലയിച്ച് ചേരുക, ഒന്നായി തീരുക എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഒന്നായി തീരൽ പുറത്ത് നടക്കുമോ? ഇത് രണ്ടും കൂടി ചേരുമോ? നിങ്ങൾ കുട്ടികളെ കെട്ടിപ്പിടിച്ചാൽ കുട്ടികൾ നിങ്ങളുമായിട്ട് ചേരുമോ? ചേരില്ലല്ലോ. അപ്പോൾ ബാഹ്യവസ്തുവിൽ ഇത്തരത്തിലുള്ള ചേർച്ചയോ അല്ലെങ്കിൽ സംയോഗമോ ഇല്ല. യോഗമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തരംഗത്തിൽ ഉണർവ് ആ തലത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം അവർ ചോദിക്കുകയാണ്, ഈ യോഗം എന്ന് പറയുന്ന അതിൻ്റെ ഏകാന്തികമായിരിക്കുന്ന ഇതെന്താ ഒന്ന് പറഞ്ഞു തരണം എന്ന്. അപ്പോൾ സനകാദയ ഊജുഹു ഗുണേഷ്വാവിശദേ ചേതോ ഗുണാശ്ചേതസി ച പ്രഭോ കഥമന്യോന്യ സന്ധ്യാഗോ മുമുക്ഷോർ അതിഥിതീർഷോ. സനകാദികൾ അച്ഛൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഈ ബ്രഹ്മവിദ്യ ബ്രഹ്മാവ് പുത്രന്മാർക്ക് ഉപദേശിച്ചതാണ് എന്നൊക്കെയാണ് സാധാരണ പറയുക. അച്ഛനമ്മമാർ കുട്ടികൾക്ക് ഉപദേശിക്കേണ്ടതാണ് ബ്രഹ്മവിദ്യ, ആത്മവിദ്യ. അപ്പോൾ സനകാദികൾ ചോദിക്കുകയാണ്, ഗുണേഷ്വാവിശദേ ചേതോ ഗുണാശ്ചേതസി ച പ്രഭോ. നമ്മുടെ നാല് ഭാഗത്തുമുള്ള വിഷയം ഞാൻ ഈ പറയണത് ശരിയാവുണ്ടോ? ഗ്രഹിക്കുന്നുണ്ടോ? അപ്പം നാല് ഭാഗത്തും ഇങ്ങനെ ഇന്ദ്രിയ വസ്തുക്കളുണ്ടല്ലോ, ലോകത്തിൽ കാണാനും കേൾക്കാനുമൊക്കെ. ആ വസ്തുക്കളിൽ മനസ്സ് ചെന്നിങ്ങനെ പതിയണു. അതിനുശേഷം എന്തുണ്ടായി? ആ വസ്തുക്കളുടെ ഒരു പതിപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നു. അപ്പം മനസ്സ് ആദ്യം അങ്ങോട്ട് ചെന്ന് പതിഞ്ഞു, പിന്നെ വസ്തുക്കളുടെ ഒരു ഛായ, ഒരു പ്രതിബിംബം നമ്മുടെ മനസ്സിലുണ്ടാക്കി, അതോടുകൂടി മനസ്സങ്ങോട്ട് ഇണങ്ങി. ഇങ്ങനെ പരസ്പരം ചേർന്നിരിക്കുന്നുണ്ടല്ലോ. കഥം അന്യോന്യ സന്ധ്യാഗോ മുമുക്ഷോർ അതിഥിതീർഷോ. ഒരു മുമുക്ഷുവിന് ഈ രണ്ടും തമ്മിലുള്ള സംയോഗം, ഈ ചേർച്ച വളരെ കലശലായിട്ടുള്ള ചേർച്ചയാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക, ഇതെങ്ങനെയാണ് വേറിട്ടെടുത്തുക എന്ന് ചോദിച്ചു അത്രേ. ശ്രീ ഭഗവാനുവാച ഏവം പൃഷ്ടോ മഹാദേവഃ സ്വയംഭൂർഭൂതഭാവനഃ ധ്യായമാനഃ പ്രശ്നബീജം നാഭ്യപദ്യത കർമ്മധീഹി. നിങ്ങൾ മറന്നുവോ? ഇത് കൃഷ്ണൻ ഉദ്ധവനോട് പറയുകയാണ്, പഴയ കാലത്ത് നടന്ന സംഭവം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ സനകാദികൾ ചെന്ന് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിലുള്ള ഒരു വല്ലാത്ത ഇണക്കമുണ്ടല്ലോ, ഈ ഇണക്കം വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ആ ഇണക്കത്തിൻ്റെ പേരിലല്ലേ സീതയ്ക്ക് വിഷമം വന്നത്? എന്താ മിണ്ടാത്തെ? അങ്ങനെയുള്ളതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് അത് കേട്ടിട്ടോ ധ്യായമാനഃ പ്രശ്നബീജം നാഭ്യപദ്യത കർമ്മധീഹി. ബ്രഹ്മാവ് എന്താ ചെയ്യണത്? എപ്പോൾ നോക്കിയാലും സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഞായറാഴ്ചയൊന്നും ഒഴിവില്ല, ഏകാദശി ഒഴിവൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിൽ സ്ഥിതി എന്താ? ഇന്നാൾ പേപ്പറിൽ വായിച്ചു, ഒരു സ്റ്റേറ്റിൽ 365 ദിവസത്തിൽ പകുതിയോളം ഹോളിഡേ ആണത്രേ, കാഷ്വൽ ലീവ് അടക്കം. നമ്മുടെ രാജ്യം എങ്ങനെയാണ് നേരെയാവുക? മുടക്കം തന്നെ മുടക്കം. ഇതാ നാളെ ഒരു മുടക്കം, അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും വേറൊരു മുടക്കം തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവ് ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ബീജവും മനസ്സിലായില്ല, അർത്ഥവും മനസ്സിലായില്ല, ഒന്നും മറുപടി പറയാൻ മക്കളുടെ അടുത്ത് ഇല്ലാത്രേ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? സമാം അചിന്തയദ്ദേവഃ പ്രശ്നപാരതിതീർഷയ തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തദാ. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മാവ് എന്നെക്കുറിച്ച് ചിന്തിച്ചു. കേൾക്കണുണ്ടോ നിങ്ങൾ? ഈ ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകാനാണ് നിങ്ങൾ നോക്കണത്.
ആ ബ്രഹ്മാവിനോട് മക്കൾ ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ ബ്രഹ്മാവിന് പോലും കാരണഭൂതമായിരിക്കുന്ന ആ പരബ്രഹ്മം, ആ പരമാത്മാവുണ്ടല്ലോ, പരമേശ്വരൻ, അദ്ദേഹത്തിനെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചു അത്രേ. ഉടനെ ഞാൻ എന്തു ചെയ്തു? ബ്രഹ്മാവിന് കാര്യം വെളിപ്പെടുത്തണോ എന്ന് വിചാരിച്ച് വെളുത്ത ഒരരയന്നം, അതാണല്ലോ സത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം, വെളുപ്പ്. ആ ഹംസരൂപത്തിൽ ഒരരയന്നമായി തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തഥാ. അങ്ങനെ അരയന്നത്തിൻ്റെ നടത്തം വളരെ വിശേഷമാണല്ലോ. സ്ത്രീകളൊക്കെ അങ്ങനെയാണ് നടക്കേണ്ടത്. ഗജഗാമിനി എന്നാണ് പറയുക, ഹംസഗാമിനി എന്ന്. അതല്ലാതെ ഇങ്ങനെ പറാന്ന് അങ്ങനെ നടന്നാൽ നന്നായിരിക്കില്ല. അപ്പം നടക്കാനൊക്കെ അറിയണം സ്ത്രീകൾക്ക്. അപ്പോൾ സകാശമഗമം തഥാ ദൃഷ്ട്വാ മാം ത ഉപവ്രജ്യ കൃത്വാ പാദാഭിവന്ദനം ബ്രഹ്മാണമഗ്രത കൃത്വാ പപ്രച്ഛുഹു കോ ഭവാനിധി. ഓർക്കാപ്പുറത്തൊരരയന്നം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും കൂടി എണീറ്റ് ബ്രഹ്മാവിനെ മുൻപിൽ നിർത്തി ആ അരയന്നത്തിനെ പ്രണമിച്ചു വന്ദിച്ചതിന് ശേഷം ആ അരയനത്തോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? പപ്രച്ഛുഹു കോ ഭവാനിധി. കേൾക്കണുണ്ടോ? കോ ഭവാൻ, അങ്ങ് ആരാണ്? ഇതുവരെ ഇവിടെ ഒരു കാരണവുമില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നിരിക്കണു. ഒരു കാരണം പോലും അറിയാൻ പറ്റില്ല. ഇവിടെ അരയന്നം പ്രസവിച്ച് വളരാൻ കുറച്ച് സമയം വേണമല്ലോ. അവിടെ അങ്ങനെയുള്ളതൊന്നും ഇല്ല. പെട്ടെന്ന് ഒരു അരയന്നം മുതിർന്ന് നല്ല ഭംഗിയോടുകൂടി വന്നിരിക്കണു. അങ്ങ് ആരാന്ന് ചോദിച്ചു അത്രേ. ഇത്യഹം മുനിഭിപൃഷ്ട തത്വജിജ്ഞാസുഭിസ്തദാ യദവോചമഹം തേഭ്യഃ തദുദ്ധവനിബോധമേ. ഇങ്ങനെ അവർ അങ്ങ് ആരാണ് എന്ന് ചോദിച്ചുല്ലോ. ഇത് ചോദിച്ചത് ആരോടാ? എന്നോടാന്നാ കൃഷ്ണൻ പറയണത്. ഞാൻ തന്നെയാണല്ലോ മഹാവിഷ്ണു, പരമാത്മാവ്. അപ്പം അവരോട് ഞാൻ മറുപടി പറഞ്ഞത്, പറഞ്ഞു തരാം, കേൾക്കൂന്ന്. നിങ്ങളൊക്കെ കേൾക്കില്ലേ? വസ്തുതോ യദ്യനാനാത്വം ആത്മനഃ പ്രശ്നയീദൃശഃ കഥം ഘടേതവോ വിപ്ര വക്തുർവാ മേ ക ആശ്രയഃ. അങ്ങ് ആരാണ്? അങ്ങ് ആരാണ്? എല്ലാം കൂടി ഇവിടെ എത്രയുണ്ട്? എത്ര ആളുണ്ട് ഇവിടെ? അപ്പം അങ്ങ് ആരാണ് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഈ ചോദ്യത്തിൽ ഞാൻ വലിയ അർത്ഥം കാണുന്നില്ല, വലിയൊരു കുഴപ്പത്. എന്താ? വസ്തുതോ യദ്യനാനാത്വം. നിങ്ങളൊക്കെ കേൾക്കണുണ്ടോ? ലോകത്തിൽ വസ്തുക്കൾ എന്നൊന്നില്ല, എല്ലാം കൂടിയിട്ടൊരൊറ്റ ബ്രഹ്മേ ഉള്ളൂ. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ ഇവിടെ. സമുദ്രം 7 എന്ന് പറയുന്നു. 7 കൂടിയിട്ടൊരു ഒറ്റ സമുദ്രജലമല്ലേ, ലവണജലാശയമല്ലേ. അതിലുള്ള തിരകൾ എത്രയുണ്ടെങ്കിലും മാലകൾ എത്രയുണ്ടെങ്കിലും വെള്ളത്തിന് വല്ല മാറ്റമുണ്ടോ? അതുമാതിരി എല്ലാം കൂടിയിട്ട് ഇവിടെ സർവം വിഷ്ണുമയം ജഗത് വാസുദേവ സർവമിതി ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ അധശ്ചോർധ്വം ച പ്രസൃതം ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഈ കാണുന്നത് മുഴുവൻ ഒരൊറ്റ ബ്രഹ്മമാണ്. പഞ്ചഭൂതങ്ങൾക്ക് അതീതമായി ദിവ്യമായി അലൗകികമായി ചേതനാത്മകമായി പരിലസിക്കുന്ന ഒരു സത്താവിശേഷമേ ഉള്ളൂ. അതിൻ്റെ ശക്തിയാൽ, അതിൻ്റെ മായാശക്തിയാൽ പ്രകടമായിട്ടുള്ളതാണ് ഈ നാനാത്വം. അതൊരു ഭ്രമമാണ്. അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. സത്യത്തിലോ വാസ്തവത്തിലോ ഇവിടെ അനാനാത്വമാണ് ശരി എന്നുണ്ടെങ്കിൽ ആത്മനഃ പ്രശ്ന ഈദൃശഃ. അനവധി വസ്തുക്കൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനെന്നോ നീയെന്നോ അവനെന്നോ അവളെന്നോ അവരെന്നോ ഇതെന്നോ അതെന്നോ വേർതിരിക്കാൻ ഇവിടെ വല്ലതും ഉണ്ടാവുമോ? ഭാഗവതം മുക്തിസ്കന്ധം ഓർമ്മയില്ലേ? അതോ വിട്ടുപോയോ? ഒരരയന്നത്തിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് സനകാദികളോട്. ബ്രഹ്മാവിൻ്റെ മുൻപിൽ മക്കൾ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ പറ്റാതെ വിഷമിച്ച അച്ഛൻ്റെ മുൻപിൽ അച്ഛനെ സഹായിക്കാൻ വേണ്ടി മഹാവിഷ്ണു പരമേശ്വരൻ പരമാത്മാവ് സ്വയം തന്നെ ഒരരയന്നത്തിൻ്റെ രൂപത്തിൽ വന്ന് ഇവർ ചോദിച്ചപ്പോൾ ഈ അങ്ങ് ആര് എന്നുള്ള ചോദ്യത്തിന് ഞാൻ എന്താ മറുപടി പറയുക? ഈ ചോദ്യത്തിന് ഘടിക്കണില്ലല്ലോ. കഥം ഘടേതവോ വിപ്ര. അല്ലേ ബ്രാഹ്മണരെ, ഈ ചോദ്യം ശരിക്കങ്ങോട്ട് യുക്തമാവുന്നില്ലല്ലോ. വക്തുർവാ മേ ക ആശ്രയ.
എന്തിനെ ആശ്രയം വെച്ചുകൊണ്ടാണ് ഞാൻ ഇനി ഇന്ന ആളാണ് ഞാൻ എന്ന് പറയുക? പഞ്ചാത്മകേഷു ഭൂതേഷു സമാനേഷു ച വസ്തുതഃ കോ ഭവാനിതി വഃ പ്രശ്നോ വാചാരംഭോ ഹ്യനർത്ഥകഃ. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇത് കഥയല്ലല്ലോ, കഥയാണല്ലോ. പക്ഷേ കഥയേക്കാളേറെ കഥനമാണിത്, അതും തത്വകഥനമാണ്. പഞ്ചാത്മകേഷു ഭൂതേഷു സമാനേഷു ച വസ്തുതഃ. ഇവിടെ എല്ലാം കൂടി പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങളിൽ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ ജീവൻ്റെയും ശരീരം പഞ്ചഭൂതം കൊണ്ടുണ്ടാക്കിയതാണ്. അത് നായയുടെ ആയാലും പൂച്ചയുടെ ആയാലും കഴുതയുടെ ആയാലും മനുഷ്യൻ്റെ ആയാലും എല്ലാം പഞ്ചഭൂതങ്ങളാണ്. അപ്പം പഞ്ചഭൂതങ്ങൾ തമ്മിൽ വേറെടുത്താൻ പറ്റുമോ? എൻ്റെ ശരീരത്തിൽ പഞ്ചഭൂതമല്ല കല്ലുവെച്ച പഞ്ചഭൂത അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം അങ്ങനെയാണ്. ഇനി അതല്ലാതെ എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്യമുണ്ടല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴോ കോ ഭവാനിതി വഃ പ്രശ്നോ വാചാരംഭോ ഹ്യനർത്ഥകഃ. ഇത് വാക്കുകൊണ്ടൊരു ചോദ്യം ചോദിക്കാൻ വിരോധമില്ല. നാവ് കൊണ്ട് അക്ഷരമാലയിൽപ്പെട്ട അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കി, വാക്കുകൾ ചേർത്ത് വാക്യമുണ്ടാക്കി എന്ത് ചോദ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതൊരു വാചാരംഭം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു വാക്കിൻ്റെ കസ്രത്ത് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ ചോദ്യത്തിന് ഞാൻ അർത്ഥം കാണുന്നില്ല. എന്താ കാരണം? മനസാ വചസാ ദൃഷ്ട്യ ഗൃഹ്യതേ അന്യൈരപീന്ദ്രിയൈഃ അഹമേവ ഹി ന മത്തോന്യത് ഇതി ബുദ്ധ്യധ്വം അഞ്ജസാ. ഞാൻ സംശയമില്ലാതെ പറയട്ടെ എന്നൊക്കെ ഒരാളെ എന്നോട് മറുപടി പറയുള്ളൂ. മനസാ വചസാ ദൃഷ്ട്യ ഗൃഹ്യതേ അന്യൈരപീന്ദ്രിയൈഃ. നമുക്ക് എല്ലാം കൂടി ഇവിടെ ദർശനം എത്രയുണ്ട്? ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ദർശനം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉള്ള ദർശനം. ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ദർശനമുണ്ടല്ലോ, പിന്നെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭാവന ചെയ്ത് ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാവുന്നത്. അങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സ് എന്ന് പറയുന്ന 6ാമത്തെ ഇന്ദ്രിയവും തന്മൂലമുള്ള ധാരണയും അവബോധങ്ങളുമേ ഇവിടെ ഉള്ളൂ. മനസാ വചസാ ദൃഷ്ട്യ ഗൃഹ്യതേ അന്യൈരപീന്ദ്രിയൈഃ. അതൊക്കെ അഹമേവ നമത്തോന്യത്. അതെല്ലാം തന്നെ ഞാനാണ്, അതെല്ലാം തന്നെ. ഇതാര് പറയണു? അരയന്നം. ഒരു പക്ഷി ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യരായിരിക്കുന്ന നാമോ പിന്നിലാവണോ മുമ്പിലാവണോ? പിന്നിലാണ്. അപ്പം നിങ്ങൾ അങ്ങനെ പറയില്ലേ? പറയണ്ടേ? ഭാഗവതം ആവശ്യപ്പെടുന്നത് അതല്ലേ? അല്ലേ? അതോ വേറെ വല്ലതും നുണ പറയാൻ ആവശ്യപ്പെടുന്നുണ്ടോ? ഈ കാണുന്നത് മുഴുവനും, ലോകം മുഴുവനും പഞ്ചഭൂതാത്മകമാണ്. ആ പഞ്ചഭൂതാത്മകമായ ലോകത്തിൽ ഏതെല്ലാം രൂപങ്ങളിൽ വ്യത്യാസമുണ്ടോ ആ രൂപവ്യത്യാസമല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള പഞ്ചഭൂത ഘടനകൾക്ക് ഒരു വ്യത്യാസവുമില്ല. അപ്പം ഞാൻ നോക്കി കാണുന്നത് ഈ ലോകം മുഴുവനും ഏകമയമാണെന്നാണ്. എന്നിൽ നിന്നാണ് എല്ലാം, ഞാനല്ലാതെ ഒന്നുമില്ല. ഇത് ബുദ്ധ്യധ്വം അഞ്ജസ. എത്രയും വേഗം നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റുമോ അത്രയും വേഗം ഗ്രഹിക്കൂ. ഗുണേഷ്വാവിശതേ ചേതോ ഗുണശ്ചേതസി ച പ്രജാഃ ജീവസ്യ ദേഹ ഉഭയം ഗുണാശ്ചേതോ മദാത്മനഃ ഗുണേഷു ചാവിശച്ചിത്തം അഭീക്ഷ്ണം ഗുണസേവയ ഗുണാശ്ച ചിത്തപ്രഭവം മദ്രൂപ ഉഭയം ത്യജേത്. ഒരു ഭാഗത്ത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ലോകം. അപ്പോൾ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ചം, പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഇന്ദ്രിയം, ഇവ രണ്ടും കൂടി കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ഈ നാനാത്വം എന്ന് പറയുന്ന പ്രതീതിയും ബോധവുമൊക്കെ ഉള്ളത്. അതെല്ലാം കൂടി നിങ്ങൾ എന്തു വേണം? ഈ പഞ്ചഭൂതങ്ങളൊക്കെ ആയി തീർന്നിട്ടുള്ളത് പരമാത്മ എന്ന് പറയുന്ന ചേതനാത്മകമായ സത്തയാണ്. ആ സത്തയാണ് ഇത് മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാം തന്നെ വിഷ്ണുമയം, വാസുദേവമയം, ബ്രഹ്മമയം, പരമാത്മമയം, ശ്രീഹരിമയം എന്ന് വിചാരിച്ച് ഈ വ്യത്യാസബുദ്ധിയെ മനസ്സിൽ നിന്ന് കളയുക. ജാഗ്രസ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയഃ താസാം വിലക്ഷണോ ജീവഃ സാക്ഷിത്വേന വിനിശ്ചിതഃ. ഈ ഞാൻ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്നിനെയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ, ഞാൻ ഈ പറയുന്ന വാചകമൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതോ എൻ്റെ ഭാഷ ശരിയല്ല എന്നുണ്ടോ? ഞാൻ താൻ എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ എന്തിനെയോ ഒന്നിനെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ആ സൂചിപ്പിക്കുന്നത് എന്താ?
ആ സൂചിപ്പിക്കുന്നത് എന്തോ ജാഗ്രസ്വപ്ന സുഷുപ്തം ച ഗുണതോ ബുദ്ധിവൃത്തയഃ താസാം വിലക്ഷണോ ജീവഃ സാക്ഷിത്വേന വിനിശ്ചിതഃ. ആ ഞാൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അതാണ് പറയുന്നത് എനിക്ക് സുഖമുണ്ട്, അത് കഴിഞ്ഞാൽ ഞാൻ ദുഃഖിയാണ്. ഇങ്ങനെ മാറി മാറി ഞാൻ സുഖി ഞാൻ ദുഃഖി എന്ന് പറയുമ്പോൾ, ഞാൻ സുഖിയാണെങ്കിൽ പിന്നെ ദുഃഖിയാവുമോ? ഞാൻ ദുഃഖിയാണെങ്കിൽ പിന്നെ സുഖിയാവുമോ? അപ്പോൾ സുഖം വിട്ട് ദുഃഖമാവുമ്പോഴോ ഞാൻ സുഖിയല്ല, ദുഃഖം പോയി പിന്നെ സുഖിയാവുമ്പോഴോ സുഖവുമല്ല. അപ്പം ഞാൻ സുഖവും ദുഃഖവും അല്ലെങ്കിൽ പിന്നെ എനിക്ക് അവിടെ എന്താ കുഴപ്പം? ബുദ്ധിയിലുണ്ടാവുന്ന സംശയങ്ങൾ, അറിവ്, സ്മൃതി, ഭ്രമം, മറവ, ഇതിനെല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ആള്, ആ സാക്ഷിക്ക് എന്തിനെ സാക്ഷ്യം വഹിക്കുന്നുവോ അതിലുള്ള വികാരങ്ങളോ മാറ്റങ്ങളോ അതിനെ ബാധിക്കില്ല. ഒരു ഡ്രൈവർ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഓടിക്കുന്നു, ആ വണ്ടിയാണ് പലതരത്തിലും ഓടുന്നത്, ചാടുന്നത്, ഡ്രൈവർ ചാടുന്നുണ്ടാവും. ഇതിന് മുഴുവൻ സാക്ഷിയായിട്ടാണ് അവിടെ ഇരിപ്പ്. സാക്ഷിത്വേന വിനിശ്ചിതഃ യർഹി സംസൃതിബന്ധോയം ആത്മനോ ഗുണവൃത്തിതഃ മയി തുര്യേ സ്ഥിതോ ജഹ്യാത് ത്യാഗസ്തദ് ഗുണചേതസാം. യർഹി സംസൃതിബന്ധോയം ആത്മനോ ഗുണവൃത്തിതഃ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ വരുത്തി തീർക്കുന്ന ബന്ധനമാണ് നമുക്കുള്ളത്. ആ ബന്ധനത്തെ മയി തുര്യേ സ്ഥിതോ ജഹ്യാത് ത്യാഗസ്തദ് ഗുണചേതസാം. ഈ ഗുണങ്ങളും നമ്മുടെ മനസ്സും കൂടി വരുത്തി തീർക്കുന്നതായ എല്ലാ ബന്ധനങ്ങളെയും അങ്ങോട്ട് വിടുക. എങ്ങനെ വിടുക? തുര്യേ സ്ഥിതോ. തുര്യം എന്ന് പറയുന്ന 4-ാമത്തതിൽ ഇരിപ്പുറപ്പിച്ചെന്ന്. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പരിശ്രമിക്കട്ടെ ഞാൻ, അതോ വേണ്ടാന്നുണ്ടോ? നമുക്ക് എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഏകതത്വഘനാഭ്യാസ പ്രാണാനാം വിലയസ്തഥ മനോവിനിഗ്രഹശ്ചേതി മോക്ഷശബ്ദാർത്ഥസംഗ്രഹ. വസിഷ്ഠൻ ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഏകതത്വഘനാഭ്യാസ, ഒരേ ഒരു തത്വം, അതിൻ്റെ നിരന്തരമായി കനത്ത അഭ്യാസം, ഘനാഭ്യാസം. ഇത് പൂർണ്ണമായിട്ടും ഒരു വഴിയാണ്. അതാണ് ഈ നാമജപത്തിനുള്ള വിശേഷം. എപ്പോൾ നോക്കിയാലും നാരായണ നാരായണ, കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ, ഹരേ 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 ഹരേ, മുകുന്ദ മുകുന്ദ, ഇങ്ങനെ നാമം ജപിക്കുന്നുണ്ടല്ലോ. 45 കോടി ജപിച്ചാൽ നിങ്ങൾക്ക് മോക്ഷമായി. ഞാൻ കണക്കാക്കി നോക്കിയപ്പോൾ 25 വർഷം വേണതിന്. നിങ്ങളൊക്കെ ഞാൻ വലിയ നാമജപക്കാരിയാന്നൊക്കെ പറയും. 25 വർഷം വേണ്ടി വരും 45 കോടി ജപിക്കണമെങ്കിൽ. ഒന്നും അറിയണ്ട, എങ്ങനെയോ ആവട്ടെ, മനസ്സ് മുഴുവൻ പതിയണ്ട. 3/4 സമയവും പുറത്തു പോയാലും 1/4 സമയം കിട്ടുമല്ലോ. 45 കോടിയുടെ 4/1 10 കോടിയായി. അപ്പം ഏകതത്വഘനാഭ്യാസ എന്നാണ്. ഒരു ഉറുമ്പ് കരിങ്കല്ലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ അരിച്ചരിച്ച് അങ്ങോട്ട് പോയാലും ആ ഉറുമ്പ് പോയോടത്ത് ആ കരിങ്കല്ല് കുഴിയില്ലേ? അതെങ്ങനെയത്? അത് വേറെ കഴിയുമ്പോൾ കുറേയൊന്നും കഴിയണ്ട, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുഴിയും. കാണാത്തതൊന്നും പറയണ്ട. അപ്പോൾ പിന്നെ വേറെ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഒരു 250 ഗ്രാമുള്ള ഒരു ചുറ്റിക ഞാൻ തന്നു, വലിയ ഒരു പാറ. അത് അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യും? ഇത് പൊട്ടില്ല, എൻ്റെ കയ്യിൽ തരൂ. ഞാൻ അവിടെ ഇരുന്ന് അടിച്ചോടെ തന്നെ അടിച്ചാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കുറേ പാറ പൊടിയില്ലേ? ആ പാറ മുഴുവനും പൊടിക്കാം. അതേമാതിരിയാണ് ഈ മന്ത്രജപം, നാമജപം എന്ന് പറയുന്നത്. അതങ്ങോട്ട് ഇവിടെ മന്ത്രമല്ല വർക്ക് ചെയ്യണത്, നിങ്ങളുടെ മനസ്സാണ്. ആ മനസ്സ് അതിനെ തന്നെ പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് അതിനൊരു സംസ്കാരവും ഒരു സമ്പന്നതയും ഒരു തീക്ഷ്ണതയും വരിക ചെയ്യുന്നത്. സാധാരണ ഈ സൂര്യകിരണങ്ങൾ ദഹിപ്പിക്കില്ല. ഒരു കോൺവെക്സ് ലെൻസ് കൂടി അത് പാസ്സാക്കിയാൽ അതിൻ്റെ ചോട്ടിൽ കടലാസോ ഉണങ്ങിയ ഇലയോ വെച്ചാൽ അതിനെ പുകച്ച് കത്തിച്ചങ്ങോട്ട് കളയും. അതേമാതിരി ഒരു ഏകതത്വഘനാഭ്യാസ, അതാണ് ഈ കാണുന്നത് മുഴുവൻ ഈശ്വരൻ 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 എന്ന് പറയാനും പഠിപ്പിക്കാനും നോക്കുന്നത്. ഏകാന്തഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഗോവിന്ദനോടുള്ള ഏകാന്ത ഭക്തി അതെന്താ? എല്ലായിടത്തും ഭഗവാനെ കാണുക, ഗോവിന്ദനെ കാണുക, അതാണ്.
അപ്പോൾ ഇവിടെ തുര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ബാക്കി എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ തുര്യം? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥ നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നാം ഇപ്പോൾ ഉണർന്നിരിക്കുന്ന സമയമാണ്. ഈ ഉണർന്നിരിക്കുന്ന സമയം, എണീറ്റിരിക്കുന്ന സമയം, ഈ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം, ഈ ദൃശ്യപ്രപഞ്ചം നമ്മുടെ നാലു ഭാഗത്തുമുള്ളൂ. അപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കണമെങ്കിൽ നാം ഉണരണം. നമ്മുടെ ഉണർച്ച നാം സ്വയം ഉണരുന്നതോ അതോ പ്രപഞ്ചം നമ്മളെ ഉണർത്തുന്നതോ? നിങ്ങൾ കാലത്ത് എണീക്കണത് നിങ്ങൾ സ്വയം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ അന്തരാത്മാവ് നിങ്ങളെ എണീപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ സ്വയം ഉണർന്നതിന് ശേഷമാണ് ആ ഉണർച്ചയുടെ ഭാഗമായി നാല് ഭാഗത്തുമുള്ള വസ്തുജാലങ്ങളെ കാണുന്നത്. അങ്ങനെ കണ്ടിരിക്കുന്ന ഞാൻ എൻ്റെ ജാഗ്രതവസ്ഥയാൽ വ്യവഹരിക്കുന്നുവോ അതോ ലോകത്താൽ വ്യവഹരിക്കുന്നുവോ? ഈ ജാഗ്രതവസ്ഥയെ വിട്ട് ഞാൻ ഉറങ്ങുമ്പോഴോ എങ്ങനെ എണീറ്റുവോ അതേപോലെ ഉറങ്ങി. അപ്പം ഈ പ്രപഞ്ചം മുഴുവനും അവിടെ അസ്തമിച്ചോ ഇല്ലേ? അപ്പം നിങ്ങൾക്കൊരു സംശയം. അത് സമ്മതിച്ചു സ്വാമിജി, അത് സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം, എന്താ അത്? ഈ പ്രപഞ്ചം ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ എന്ന്. അതിന് മറുപടി എന്താ? ഇടയ്ക്ക് ഈ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്വപ്നം കാണും. ആ സ്വപ്നത്തിലോ ഇതേപോലെ ഒരു പ്രപഞ്ചം അവിടെ ഉണ്ടാവുന്നു. ആ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കാനായി കിടന്നുറങ്ങുന്ന ശരീരം പോലെ, ഒരു ജാഗ്രത് ശരീരം പോലെ ഒരു സ്വപ്ന ശരീരവും നമ്മുടെ മനസ്സുണ്ടാക്കണം. അപ്പോൾ സ്വതവേ മനസ്സ് അകത്താണ്, അത് ദ്രവ്യാത്മകമല്ല, ചേതനാത്മകമാണ്. ആ സെൻഷ്യൻ്റായിരിക്കുന്ന മനസ്സുണ്ടല്ലോ, പെട്ടെന്ന് ഒരാളുടെയും സഹായമില്ലാതെ പരിപൂർണമായി ദ്രവ്യാത്മകമായ ഒരു പ്രപഞ്ചം അവിടെ രചിക്കുന്നില്ലേ? അവിടെ ഭൂമിയില്ലേ, സമുദ്രമില്ലേ, വായുവില്ലേ, സൂര്യചന്ദ്രാദി നക്ഷത്രാദി ഗോളങ്ങളില്ലേ, ആകാശമില്ലേ? എന്താ മിണ്ടാത്തെ? അത് മുഴുവനും ആര് രചിച്ചു? ഈ മനസ്സാണ് രചിച്ചത്. ആ രചിച്ചതിന് മുഴുവൻ പെട്ടെന്ന് വിട്ടുകളഞ്ഞ് അതോ എണീക്കുന്നുണ്ടല്ലോ, സ്വപ്നമാണെന്ന് തെളിയിപ്പിക്കാൻ വേണ്ടി. ഇത് മുഴുവനും ഞാൻ മനസ്സ് സൃഷ്ടിച്ചതാണെന്ന് തെളിയിപ്പിച്ചുകൊണ്ടല്ലേ അത് ഉണരുന്നത്. ഈ മൂന്നെണ്ണം, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്ന് അവസ്ഥകളിലും അടിയുറച്ച് നിന്നിട്ട് വേണം എന്തിനേയും വില കൽപ്പിക്കാൻ. അപ്പം ഈ പ്രപഞ്ചം എക്കാലത്തും ഉള്ളതോ അതോ ഞാൻ ഉണർന്നിരിക്കുമ്പോൾ മാത്രമുള്ളതോ? ഞാൻ ഉണർന്നിരിക്കുമ്പോൾ മാത്രമുള്ളതാ. എൻ്റെ ഉണർവ് ലോകം രചിച്ചതല്ല, ഞാനാണ് ഉണരുന്നത്. ഈ ലോകമാനോ എന്നെ ഉണർത്തുന്നത് അതോ ഞാൻ സ്വയം ഉണരുന്നുവോ? ഞാൻ സ്വയം ഉണർന്ന് ലോകത്തിനെ കാണണു. ആ കണ്ട ലോകത്തിൻ്റെ പതിപ്പ് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണു. ആ ഉണർവ് മാത്രമല്ല, എനിക്ക് സമാന്തരമായി ഉറക്കമുണ്ട്. ഈ കാണുന്നത് മുഴുവൻ അവിടെ ഇല്ലാതെയാവണു. 24 മണിക്കൂറിൽ 8 മണിക്കൂർ കിടന്നുറങ്ങിയാൽ ആ മൂന്നിലൊരു ഭാഗം ഈ പ്രപഞ്ചം ഇല്ലാതെയായിരിക്കുകയാണ് അവിടെ. കുറച്ചു നേരമെങ്കിലും ഇല്ലാതെയായിട്ടുള്ള പ്രപഞ്ചം വാസ്തവികമോ അതോ അവാസ്തവമോ? ആ ഭാഷ തന്നെ നിങ്ങൾ കേട്ടിട്ടില്ല. കേൾക്കിന് ഈ സത്രശാലയിൽ നിന്ന്. അവാസ്തവമാണത്. ആ അവാസ്തവമായിരിക്കുന്നതിൻ്റെ പിന്നാലെ നമ്മൾ എന്തിനു പോണു? അപ്പോൾ ഇവിടെ അവാസ്തവമായിരിക്കുന്ന പ്രപഞ്ചമോ മേലെ, അതിനെ കാണിച്ചു തരുന്ന നമ്മുടെ ഉള്ളുണർവോ മേലെ. ആ ഉള്ളുണർവ് എങ്ങനത്തതാ? അത് ഉറങ്ങുന്നതും സ്വപ്നം കാണുന്നതും ഉണരുന്നതുമാണ്. അപ്പോൾ ഉണർച്ച ഉറക്കത്തിലില്ല, ഉറക്കം സ്വപ്നത്തിലില്ല, സ്വപ്നം ഉണർവിലുമില്ല. അപ്പം ഈ മൂന്നും അന്യോന്യം നിരാകരിച്ച് പോകുമ്പോൾ ആരാണ് ഈ മൂന്നിനെയും ഉണ്ടാക്കി തീർക്കുന്നത്? ഇതിനെല്ലാറ്റിനും സാക്ഷിയായി, ഇത് മൂന്നിലും പെടാതെ ഇവയ്ക്കെല്ലാം ഉപരിയായി നിൽക്കുന്ന തുരീയം എന്ന് പറയുന്ന ചതുർത്ഥം അന്തരാത്മാവ് അവിടെ ബാക്കി നിൽക്കുന്നു. ആ അന്തരാത്മാവ് സ്വയം തൻ്റെ പ്രഭാവത്താൽ രചിക്കുന്നതാണ് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്ന്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഈ ജാഗ്രത്തിൽ മാത്രം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന നില മാറി സ്വപ്നം എന്നൊരവസ്ഥയുണ്ട്, സുഷുപ്തി എന്നൊരവസ്ഥയുണ്ട്. സുഷുപ്തിയിൽ ഈ ജാഗ്രത മുഴുവൻ ഇല്ലാതെയാവണു, സ്വപ്നത്തിൽ ഈ മനസ്സ് സമാന്തരമായ ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കണു എന്ന് മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവുണ്ടല്ലോ, അതിൻ്റെ അസൽ രൂപം, ഇങ്ങനെ മൂന്ന് അവസ്ഥകളെയും സ്വയം രചിക്കുന്നതാണ്. അതിൽ ജാഗ്രത്തിൻ്റെ മാത്രം ഒരു ഭാഗവും സ്ഫുരണവുമാണ് ഈ വിശാലമായിരിക്കുന്ന സ്ഥൂല പ്രപഞ്ചം എന്ന് പറഞ്ഞ് ആ തുരീയത്തിൽ ഉറച്ചു നിൽക്കുക. എവിടെ പോയി കാര്യങ്ങൾ? കൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നതാണ്. എൻ്റെ മനസ്സിൽ നിന്ന് സോഹം മമാഹം എന്ന് പറയുന്ന രണ്ട് ഭാവം നീങ്ങണില്ല, അത് നീക്കിക്കിട്ടാൻ വേണ്ടി അങ്ങ് എഫിഷ്യൻ്റായി ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ഉപദേശം പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഭഗവാൻ മാറി നിന്നു,
വിഷ്ണു മാറി നിന്നു, ശ്രീഹരി മാറി നിന്നു. എന്താണ് പിന്നെ ഇവിടെയുള്ളത്? മനുഷ്യൻ്റെ വ്യക്തിത്വം, അതിൻ്റെ ഉൾവ്യക്തിത്വം, അതിൻ്റെ ഘടകങ്ങളായിരിക്കുന്ന ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകൾ. ഈ 3 അവസ്ഥകളെയും രചിക്കുന്ന തുരീയം എന്ന് പറയുന്ന പരമാത്മാവിൻ്റെ പ്രസ്ഫുരണം അത് മാത്രമായി അവശേഷിച്ചു. അപ്പോൾ ഈ ലോകം മുഴുവനും എന്താ? ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വർദ്ധിത രൂപമാണ്, അതിൻ്റെ ഒരു വളർച്ചയാണ്, അതിൻ്റെ നീളവും വിസ്താരവുമാണ് ഈ ലോകം. ലോകത്തിലുള്ള വളർച്ച മുഴുവൻ ഉള്ളിന്ന് പുറത്തേക്കാണ്, പുറത്തുനിന്ന് ഉള്ളിലേക്കല്ല. അപ്പം നിങ്ങളുടെ ഉള്ളുണർവാണ് ജാഗ്രതുണ്ടാക്കി ആ ജാഗ്രത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തെ രചിച്ച് ആ ലോകത്തിനെ കാണിച്ചു തരുന്നത്. കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോ? ഇനി ഒന്നും കൂടി പറയാം. എന്താ അത്? ഈ ലോകം എത്ര സ്ഥൂലമാകട്ടെ, ഈ സ്ഥൂല ലോകത്തിൻ്റെ പതിപ്പ് എൻ്റെ ഉള്ളിൽ വരുന്നത് ലോകം കാരണമോ എൻ്റെ മനസ്സ് കാരണമോ? അപ്പം എൻ്റെ മനസ്സാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പ്രവഹിച്ച് ഈ ലോകത്തിൻ്റെ പതിപ്പ് ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പം ഞാൻ വാസ്തവത്തിൽ ലോകം എന്ന് പറയുന്നത് ഈ സ്ഥൂല പ്രപഞ്ചത്തെയോ അതോ എൻ്റെ മനസ്സ് രചിക്കുന്നതായ ഒരു പ്രതിച്ഛായയോ? അത് മനസ്സിൻ്റെ ഒരു ഇംപ്രിൻറ്റിനെയാണ് ഞാൻ വാസ്തവത്തിൽ ലോകം എന്ന് പറയുന്നത്. മനസ്സ് ഈ ലോകത്തിൻ്റെ ഒരു ഇംപ്രിൻ്റ്, ഒരു ഛായ ഉണ്ടാക്കിയാൽ അത് മനോമയമോ അതോ സ്ഥൂലമയമോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭക്തി ഉണ്ടാവട്ടെ, അപ്പോളേ ഇത്. അതാണ് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുമ്പോൾ പറയണത്, ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. അർജുന, നീ എൻ്റെ ഭക്തനാണ്, എൻ്റെ സ്നേഹിതനാണ് എന്ന് വിചാരിച്ച് പറയണു. ആ ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിലേ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കതിന് അത്രയ്ക്ക് വലിയ സ്നേഹമൊക്കെ ഉണ്ടോ? എന്നാ കേട്ടോളൂ, മനസ്സിലാവാതെ പറ്റില്ല. വെറുതെ പറയരുത് കേട്ടോ സ്നേഹം ഉണ്ടെന്ന്. വലിയ ടെസ്റ്റാ അത്. അപ്പം അതെന്താ കാര്യം? ഇതാണ് അതിൻ്റെ കാര്യം ഇതാണ്. ഇനി ആലോചിച്ച് നോക്കിക്കോളൂ. ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാലും വീട് എന്ന് പറഞ്ഞാലും പണം എന്ന് പറഞ്ഞാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണർന്നിരിക്കുമ്പോഴേ പറയുള്ളൂ. ഉണർവ് എൻ്റെ ഉള്ളിലുള്ള ആ ഉള്ളുണർവ് രചിക്കുന്നതാണ് ഈ ഉണർന്ന അവസ്ഥ, എണീറ്റിരിക്കുന്ന അവസ്ഥ. അതിൽ ഈ പറയുന്ന സംഗതികളൊക്കെ പുറത്തുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ പറയുന്നത് അവയുടെ എൻ്റെ ഉള്ളിലുള്ള മനഃപതിപ്പിനെയാണ് പറയുന്നത്, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്കിവിടെ എന്തൊക്കെയുണ്ട്? എൻ്റെ മനസ്സിൻ്റെ പതിപ്പുകളും സങ്കല്പങ്ങളും മാത്രമേ ഉള്ളൂ. മനസ്സിൻ്റെ പതിപ്പുകളും സങ്കല്പങ്ങളും മാത്രമേ ഉള്ളൂ. മനസ്സിൻ്റെ പതിപ്പുകളും സങ്കല്പങ്ങളും മനസ്സല്ലാതെ വേറെ ഒരു വസ്തുവാണോ? നല്ലോണം ആലോചിച്ച് പറയൂപ്പാ. ഞാൻ വിചാരം, സങ്കല്പം, അറിവ്, സംശയം, ഓർമ്മ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പറയുന്നതൊക്കെ വാസ്തവത്തിൽ മനസ്സിൻ്റെ തന്നെ അവാന്തര ഭാഗങ്ങളല്ലേ? അപ്പം മനസ്സിൻ്റെ അവാന്തര ഭാഗങ്ങളൊക്കെ മനസ്സ് തന്നെയല്ലേ? അപ്പോൾ ഉള്ളുണർവിൽ ഉണ്ടാവുന്ന ഉൾപതിപ്പുകൾ ഈ ഉള്ളുണർവിൽ നിന്ന് വേറിട്ടതോ വ്യത്യസ്തപ്പെട്ടതോ ആണോ? അപ്പം എല്ലാം കൂടി ഇവിടെ എത്രയുണ്ട്? ഉള്ളുണർവ് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ചിന്ത, അത് തന്നെയാണ് ചിന്തകൻ, അത് തന്നെയാണ് വിചിന്തനം. ആ സാധനം ചിന്തകനാവുന്നു. എന്നിട്ട് ചിന്തകനായി വിചിന്തനം ചെയ്യാൻ പുറപ്പെടുന്നു. അങ്ങനെ വിചിന്തനം ചെയ്യാൻ പുറപ്പെട്ടതിന് ശേഷം ചിന്തകൾ ഉടലെടുക്കുന്നു. അങ്ങനെ എല്ലാം ഉടലെടുക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ ഉള്ളുണർവ് എന്ന് പറയുന്ന ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എല്ലാം ആ ഉണർവായിട്ട് കാണൂ. സൂര്യൻ എവിടെയോ കിടക്കണു. ഞാൻ കാണുന്നത് എൻ്റെ മനസ്സ് രചിക്കുന്ന ഉൾപതിപ്പാണ്. മറ്റേ സൂര്യനെ കാണാൻ ഞാൻ അവിടേക്ക് പോണുന്നില്ല. സൂര്യൻ ഇങ്ങോട്ടും വന്നില്ല. ഞാൻ സൂര്യൻ നോക്കുന്നു ഇവിടെ ഇരുന്ന്. എൻ്റെ കണ്ണിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ വന്ന് തട്ടി ഉള്ളിലേക്ക് പോയി അവിടെ മനസ്സൊരു പതിപ്പുണ്ടാക്കി. ആ പതിപ്പിനെയാണ് ഞാൻ സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ സൂര്യൻ എൻ്റെ തന്നെ ഉൾപതിപ്പോ അതോ പുറം വസ്തുവോ? ആ ഉൾപതിപ്പ് ഉള്ളിൽ നിന്ന് വ്യത്യസ്തമാണോ? അപ്പോൾ ഒന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ വിചാരിച്ച് ഈ ക്ഷേത വിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം വിനഷ്ടമതിലോലമലാധചക്രം വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ സ്വപ്നസ്തൃധ ഗുണവിസർഗകൃതോ വികൽപ്പഃ.
ഈ ക്ഷേതവിഭ്രമമിതം മനസോ വിലാസം. ഈ ഒരു ശ്ലോകം നിങ്ങളെല്ലാവരും പഠിച്ചാൽ ഭൂമാനന്ദ സ്വാമിജിക്ക് വലിയ സന്തോഷമാണ്. ഓൾറെഡി സന്തോഷമാണിപ്പോൾ. എന്നാലും ഞാൻ വട്ടിയും കൊട്ടയൊക്കെ കടം മേടിച്ച് അതിൽ നിറച്ചു വെച്ചോളാം. ഈ ക്ഷേതവിഭ്രമമിതം മനസോ വിലാസം. ഈ ക്ഷേത കാണണം, വിഭ്രമമിതം ഈ കാണുന്നത് മുഴുവൻ ഒരു വിഭ്രമമാണ്. മനസോ വിലാസം മനസ്സിൻ്റെ വിലാസമാണ്. കേൾക്കുന്നുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവനും നമ്മുടെ മനസ്സ് രചിക്കുന്ന വിലാസമാണ്. ദൃഷ്ടം അത് കാണപ്പെടുന്നു കണ്ണുകൊണ്ട്. ഈ കണ്ണ് ആരാ രചിച്ചത്? ഭൂമിയാണോ രചിച്ചത്? അതോ നമ്മുടെ ഉൾജീവനോ രചിച്ചേ? നമ്മുടെ അന്തരാത്മാവ് തന്നെ രചിച്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് അന്തരാത്മാവ് തന്നെ പുറത്തേക്ക് പ്രവഹിച്ച് ഈ പ്രപഞ്ചത്തിന് നോക്കി കാണുന്നുവെങ്കിൽ അത് അന്തരാത്മീയ സൃഷ്ടിയല്ലേ അത്? ഈ ക്ഷേതവിഭ്രമമിതം മനസോ വിലാസം ദൃഷ്ടം അത് കാണപ്പെടുന്നു എന്നത് ശരി തന്നെ. അതേപോലെ വിനഷ്ടം അത് നശിക്കുന്നതുമാണ്. അതിലോലമലാധചക്രം അത് വളരെ ലോലമാണ്. ഏതുപോലെ? വണ്ട് ആ വണ്ടിൻ്റെ ചിറകടി പോലെ ലോലമാണത്. അലാധചക്രം ഒരു പന്തെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയാൽ ഒരു വട്ടം നിങ്ങൾക്ക് അവിടെ കാണാം. സത്യത്തിലൊരു കോലിലുള്ള പന്തേ ഉള്ളൂ. സ്പീഡിൽ ചുറ്റിയാൽ അവിടെ ഒരു അഗ്നിവൃത്തം നിങ്ങൾക്ക് കാണാം. അതുപോലെ ഒരു അലാധചക്രമാണ്. വിജ്ഞാനമേകമുരുധേവ വിഭാതിമായ ഇവിടെ എല്ലാം കൂടി പ്രകടമാകുന്നത് എന്താ? വിജ്ഞാനമേകം ഒരേ ഒരു ഉള്ളുണർവ്. ഉരുധേവ വിഭാതി അത് പലതായി തീർന്നു, പലതായി കാണുന്നു. മായ സ്വപ്നസ്തൃത ഗുണവിസർഗകൃതോ വികൽപ്പ. ഇത് മുഴുവനും ആ ഉറങ്ങിക്കിടക്കുന്ന മനസ്സ് ഒന്നുമല്ലാതെയായി ലോകത്തെ മറന്ന് ശരീരത്തെ മറന്ന് എല്ലാറ്റിനെയും മറന്നു കിടന്ന് ഉറങ്ങുന്നതായ മനസ്സ് പെട്ടെന്ന് സ്വപ്നം എന്ന് പറയുന്ന ഒരു വിശേഷ സൃഷ്ടി രചിപ്പിച്ചു. അതിനുള്ള ശക്തി മനസ്സിനില്ലേ? പെട്ടെന്നത് ഇല്ലാതെയാക്കാനുമുള്ള ശക്തിയില്ലേ? ഈ മനസ്സ് എന്ന് പറയുന്നത് ഉണർവിൻ്റെ ഒരു സ്ഫുരണമാണ്, അന്തരാത്മാവിൻ്റെ ഒരു സ്ഫുരണമാണ്. ആ മനസ്സ് എങ്ങനെയാണോ ഈ സ്വപ്നം രചിക്കുന്നത് അതുപോലെയാണ് ഇവിടെ ആത്മാവെന്നും അന്തഃകരണമെന്നും ഇന്ദ്രിയങ്ങളെന്നും 3 തരത്തിലുള്ള വിഭജനവും ഇതേ ഉള്ളുണർവ് രചിക്കുന്നതാണ്. ഇതാര് പറയണു? അരയന്നം ആരോട് പറയണു? ബ്രഹ്മാവിനോടും ബ്രഹ്മാവിൻ്റെ മക്കളോടും. ഓർമ്മ വയ്ക്കില്ലേ? മുക്തിസ്കന്ധം. ഈ പറയുന്നത് മുഴുവൻ എന്തിനെ പറ്റിയാ? ഇന്ദ്രിയങ്ങളുള്ളവർ, മനസ്സുള്ളവർ, ഉള്ളുണർവുള്ളവർ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥ ഉള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. അതാണ് ഇവിടെ പരിഗണന, പരാമർശം അവിടെയാണ്. ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ? ഇന്ദ്രിയങ്ങളില്ലേ? മനസ്സില്ലേ? ഉള്ളുണർവില്ലേ? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളില്ലേ? എന്നാൽ അവയൊക്കെ കൂടി ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ ലോകത്തിലുള്ള എല്ലാം തന്നെ എന്ന് മനസ്സിലാക്കി ദൃഷ്ടിം തതഃ പ്രതിനിവർത്തിയ നിവൃത്ത തൃഷ്ണ തൂഷ്ണീം ഭവേൻ നിജസുഖാനുഭവോ നിരീഹ. എല്ലാ പ്രവൃത്തികളെയും വിട്ട് ദൃഷ്ടിം തതഃ പ്രതിനിവർത്തിയ പുറത്ത് എന്നിങ്ങനെയുള്ള ആച്ചലുണ്ടല്ലോ, ആ ആച്ചലിനെ വിട്ട് അകത്ത് ഒന്ന് പരിശോധിക്കുക. ചിന്തകൻ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി തൂഷ്ണീം ഭവേത് മിണ്ടാതെ ഇരിക്കൂ. നിജസുഖാനുഭവോ നിരീഹ. ഉള്ളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും. എങ്ങനെ പൊന്തി വരും? അന്തഃശൂന്യോ ബഹിശൂന്യോ ശൂന്യകുംഭൈവാംബരേ അന്തഃപൂർണോ ബഹിഃപൂർണോ പൂർണ്ണകുംഭൈവാർണവേ. ഒരു കുടം വെള്ളം നിറച്ച് സമുദ്രത്തിൽ അങ്ങോട്ട് ഇട്ടാൽ ഉള്ളിലും നിറവ് പുറത്തും നിറവ്. അതേമാതിരി ഒരു ഉൾനിറവ്, ഒരു ഉൾപൂർണത, ഉൾമികവ് അങ്ങനെ അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് വന്നു തുടങ്ങും. ഈ ലോകം എത്ര ഭീമമാകട്ടെ, വിശാലമാകട്ടെ, അനന്തമാകട്ടെ, ഭയാനകമാകട്ടെ, ആകർഷകമാകട്ടെ, ആസ്വാദ്യമാകട്ടെ, അതിനെ മുഴുവൻ പൂജ്യം കൊണ്ട് പെരുക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിനുണ്ട്. ആ മനസ്സിന് ശക്തി നൽകുന്നതാണ് പരമകല്യാണ നിധിയായ ഈശ്വരനോടുള്ള ഭക്തി, സ്നേഹം, കൂറ്, കടപ്പാട്, ആഭിമുഖ്യം.
ഞാനൊരു ഈശ്വരപുത്രനാണ്, പുത്രിയാണ്. ഈ ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ സന്താനമാണ്, ഞാനും അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഉപായപ്പെട്ടവനല്ല, ഒരു കൊച്ചു ഈശ്വരനാണ്. എന്ത്? പണക്കാരൻ്റെ കുട്ടി പണക്കാരനല്ലേ? അപ്പോൾ ഈശ്വരൻ്റെ കുട്ടി ആരാ? ചെറിയ കുട്ടി. അങ്ങനെയെങ്കിലും ആവണം. അതിന് സാധിക്കും. അതിനുള്ള ഉപദേശമാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഉപദേശം കേട്ട് ഉദ്ധവൻ സമ്മതിച്ച് കൃഷ്ണൻ പറഞ്ഞതുമാതിരി തന്നെ കുറച്ച് കരഞ്ഞു, പിന്നാക്കം നോക്കിയാണെങ്കിലും പോയി ബദരികാശ്രമത്തിലേക്ക്. അതുമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണടച്ചിരുന്ന് അന്തരാത്മാവിനെ നുകരാനും നുണയാനും ആ ആഹ്ലാദത്തിൽ ആഹ്ലാദോന്മത്തത കൈവരാനും സന്ദർഭമുണ്ടാവട്ടെ. എല്ലാവരെയും ഞാൻ മനസ്സാ ആശ്ലേഷണം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഹേ ഗോപാലക, ഹേ കൃപാജലനിധേ, ഹേ സിന്ധുകന്യാപദേ, ഹേ കംസാന്തക, ഹേ ഗജേന്ദ്രകരുണാപാരീണ, ഹേ മാധവ, ഹേ രാമാനുജ, ഹേ ജഗത്രയ ഗുരോ, ഹേ പുണ്ടരീകാക്ഷമാം, ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹരി ഓം, ഹരി ഓം, ഹരി. എല്ലാവരും കൂടി ഓ ഹരി ഓം. ജയ ഗുരു, ജയ ഗുരു, ജയ ഗുരു.